കിണിയിലും അവൻ പാലിക്കും. തൻ പ്രാണനായി നിന്നെ കരുതുന്നവൻ നിഴലായി പിന്തുടരും. നിന്റെ ദൈവം അലിവുള്ളവൻ അനുയാത്രയിൽ ഇവനെ നിത്യം രക്ഷിക്കും. ജനപദമേ കർത്താവിൻ നാമം അവിടുത്തെ കാരുണ്യം സത്യമല്ലോ, അവിടുത്തെ രാജ്യം നിത്യമല്ലോ, അവിടുത്തെ സ്നേഹം ശാശ്വതമേ ശാശ്വതമേ. ജനപദമേ കർത്താവെ സ്തുതിക്കുവിൻ, ജനപദമേ കർത്താവിനെ പുകഴ്ത്തുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായി സുവിശേഷത്തിലുണ്ട്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാരടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യമാരുടെ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ ആശ്വസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ ആ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവമാരുടെ വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പിടിൽ നിൽക്കുന്ന ഭാഗ്യവാന്മാർ സ്വർഗരാജ്യമാരുടെ എന്നെ പ്രതി. മനുഷ്യൻ നിങ്ങൾ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവരെ പ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. കർത്താവിന്റെ സുവിശേഷം. കർത്താവെ അനുകരിക്കണമേ, മിശിഹായെ അനുകരിക്കണമേ, കർത്താവെ അനുകരിക്കണമേ. സർവശ്രേഷ്ഠാം പിതാവായ ദൈവമേ, ലോകരക്ഷകാവതരിച്ച പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകസ്വരൂപനായ പരിശുദ്ധത്വമേ, സ്വർഗപൂർവ്വ രക്ഷകനായ ക്രിസ്തു രാജാ, അന്തസ്നേഹത്തിന്റെ നാഥനായ ക്രിസ്തു രാജാ, ഗുരുനാഥനമായ ക്രിസ്തു രാജാ, പാപികളെ അധികമായി സ്നേഹിച്ച ക്രിസ്തു രാജാ, കാൽവരി മലയിൽ സ്നേഹബലിയായ ക്രിസ്തു രാജാ, എന്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത ക്രിസ്തു രാജാ, സ്വർഗം വെടിഞ്ഞ് കാലിൽ തൊഴുത്ത് പിറന്ന ക്രിസ്തു രാജാ, വഴിയും സത്യം ജീവനമായ ക്രിസ്തു രാജാ, ലോകത്തിന് പ്രകാശമായ ക്രിസ്തു രാജാ, എല്ലാ സ്തുതിക്കും യോഗ്യനായ ക്രിസ്തു രാജാ, രാജാതിരാജനായ ക്രിസ്തു രാജാ, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു രാജാ, മാംസധരിച്ച വചനമായ ക്രിസ്തു രാജാ, നല്ല കണവർദ്ധിത വാഗ്ദാനം ചെയ്ത ക്രിസ്തു രാജാ, ജീവനും പുനരുത്ഥാനമായ ക്രിസ്തു രാജാ, വിശക്കുന്നവർക്ക് അപ്പമായ ക്രിസ്തു രാജാ, ദൈവപുത്രനായ ക്രിസ്തു രാജാ, മനുഷ്യപുത്രനായ ക്രിസ്തു രാജാ, സകലദാസനായ ക്രിസ്തു രാജാ, പിശാചുകളെ ശാസന ക്രിസ്തു രാജാ, നമ്മുടെ പാവങ്ങൾ മുൾമുടിയാക്കി ശിരസിൽ അണിഞ്ഞ ക്രിസ്തു രാജാ, സകല പുണ്യന്മാരുടെയും പ്രകാശമായ ക്രിസ്തു രാജാ, ക്രിസ്തു രാജൻ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച പീഡകളെ ഓർത്ത്, ക്രിസ്തുനാഥൻ ഞങ്ങളിൽ ചൊല്ലാണെന്ന സ്നേഹത്തെ ഓർത്ത്, ഞങ്ങൾക്ക് വേണ്ടി അവിടെ അർപ്പിച്ച സ്നേഹ ബലിയെ ഓർത്ത്, പാവങ്ങൾക്ക് മുതൽമായി അവിടുത്തെ കൃപയെ ഓർത്ത്, ഞങ്ങൾക്ക് വേണ്ടി സ്വയം വരുന്ന അവിടുത്തെ കാരണത്തെ ഓർത്ത്,
അധ്വാനിക്കുന്നവരും ഭാവിച്ചും ആശ്വസിക്കുന്ന കാരണത്തെ ഓർത്ത് പാപമോചനം നൽകുന്ന തിരുഹൃദത്തെ ഓർത്ത് മനസ്സ് ജയിച്ചങ്ങളുടെ തിരുവിധാന മഹിമയെ ഓർത്ത് ലോകത്തിന്റെ പാവങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാവങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാവങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുരാജ അവിടുത്തെ രാജ്യത്വം പ്രചരിപ്പിക്കാനും ദൈവരാജ്യത്തിനും സാക്ഷ്യം വഹിക്കാനും കടപ്പെട്ടവരെ ഞങ്ങളെ കരുണാപൂർവം കടാക്ഷിക്കണമേ. അവിടുത്തെ ആഗമനത്തോടുകൂടി ദൈവരാജ്യം ഞങ്ങൾ സമീപസ്ഥമായി അനുതാപമരണഗതിയത്തോടെ ജീവിത വിഷയിലേക്ക് കടന്നു വരാനും ദൈവരാജ്യത്തിന് ഇന്ത്യ അവകാശങ്ങളാകാനും ഞങ്ങൾ അനുകരിക്കണമേ. തിന്മയുടെ ദാസത്തിന് മോചനം നേടി അങ്ങയ്ക്ക് അനവരത ശുശ്രൂഷ ചെയ്യാനും അടുത്ത മഹത്വത്തെ എന്നും വാഴ്ത്തി സ്തുതിക്കാനും ഞങ്ങളെ അനുകരിക്കണമേ. നമ്മളെല്ലാവരും സമർപ്പിച്ചുകൊണ്ടും നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ടും കുടുംബത്തിലെ മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ, സ്വന്തങ്ങൾ, ബന്ധങ്ങൾ, സ്വന്തം മിത്രാധികം, പ്രത്യേകം ഈ ദീപാവലി തോന്നുന്ന മക്കളെയും ഈ കുറിച്ചടി കടന്നു പോകുന്ന മക്കളെയും സമർപ്പിച്ചുകൊണ്ടും കാട്ടാക്കട പ്രദേശത്തിൽ ജീവിക്കുന്ന നാനാചതി മക്കളെ സമർപ്പിച്ചുകൊണ്ടും ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, ശാപങ്ങൾ, കടബാധികൾ നിറഞ്ഞ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ടും പ്രത്യേകം ജപ്തിയിൽ ഉൾപ്പെട്ട മക്കളെ സമർപ്പിച്ചുകൊണ്ടും വീട് ജപ്തി, കാർ ജപ്തി, വസ്തു ജപ്തി എന്നിവപ്പെട്ട കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ടും പ്രത്യേകം സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ടും എല്ലാ രോഗികളെ സമർപ്പിച്ചുകൊണ്ടും നല്ലവനായ ക്രിസ്തുരാജാവേ, ഞങ്ങൾ ഓരോരുത്തരും നിന്റെ പാദങ്ങൾ ഞങ്ങളിൽ സമർപ്പിക്കുകയും നിന്റെ കൃപ മേടിച്ചെടുക്കണമെന്ന ആഗ്രഹത്തോട് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേകം അനുകരിച്ച് ആസ്വദിക്കുന്നതിന് പ്രത്യാശയോടു കൂടി, ആനന്ദവിശ്വാസത്തോടു കൂടി, അടിവാഴ്ച വിശ്വാസത്തോടുകൂടിയും ഗായക സംഘത്തോട് ചേർന്ന് ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഞങ്ങൾ വരുന്നു തിരുസന്നിധി നാഥാ, നിന്റെ വന്ദനകൾ ഞങ്ങൾ അനുഗ്രഹിക്കൂ നാഥാ, നിന്റെ വന്ദനകൾ ഞങ്ങൾ അനുഗ്രഹിക്കൂ. ഞങ്ങൾ വരുന്നു തിരുസന്നിധി നാഥാ, നിന്റെ വന്ദനകൾ ഞങ്ങൾ അനുഗ്രഹിക്കൂ നാഥാ, നിന്റെ വന്ദനകൾ ഞങ്ങൾ അനുഗ്രഹിക്കൂ. അനുകരിക്കുന്ന പിതാവെ, ആസ്വദിക്കുന്ന പിതാവെ, റോഷിനി കുടുംബത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാജി കുടുംബത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം, അന്വേഷിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. സുരേന്ദ്രൻ, മേരി, സതിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു. സുമേഷെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആൽബർട്ടായി സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അന്നമാ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം എല്ലാ തടസ്സങ്ങളെയും മാറ്റി ധരിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് ഓപ്പറേഷന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൽബർട്ട് നിതാമെ കൂട്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. മായാവ് സാറ്റ് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിനോയെ സാറ്റ് പ്രാർത്ഥിക്കുന്നു, പ്രത്യേകം എല്ലാ ദുഷ്യങ്ങളും മാറ്റി തരണിച്ച് പ്രാർത്ഥിക്കുന്നു. ബിജോയ് സാറ്റ് പ്രാർത്ഥിക്കുന്നു, പ്രത്യേകം റഫായൽ സാറ്റ് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള മനോഭാവത്തെ നൽകി പ്രാർത്ഥിക്കുന്നു. ആദിനെ സാറ്റ് പ്രാർത്ഥിക്കുന്നു, ആദ്യം ജോയെ സാറ്റ് പ്രാർത്ഥിക്കുന്നു. ആന്റണിയെ സാറ്റ് പ്രാർത്ഥിക്കുന്നു, പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഫിയ, മരിയ, ആന്റണിയെ സാറ്റ് പ്രാർത്ഥിക്കുന്നു, പഠന സാറ്റ് പ്രാർത്ഥിക്കുന്നു. സാന്താവെ സാറ്റ് പ്രാർത്ഥിക്കണം. പ്രത്യേകം ക്യാൻസർ വേണ്ടി ഹീമോന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാന്താവെ നല്ല ആരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ശാലിനിയെ സാറ്റ് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ലീലാവ് സാറ്റ് പ്രാർത്ഥിക്കണം, ആസ്വദിച്ച് പ്രാർത്ഥിക്കണം. വേഞ്ചലെ സാറ്റ് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നേസമിനെ സാറ്റ് പ്രാർത്ഥിക്കണം, ആസ്വദിച്ച് പ്രാർത്ഥിക്കണം. ജാൻസനെ സാറ്റ് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അഭിനന്ദ സാറ്റ് പ്രാർത്ഥിക്കണം, ആസ്വദിച്ച് പ്രാർത്ഥിക്കണം. വീണാവ് സാറ്റ് പ്രാർത്ഥിക്കണം. സുജിത്തെ സാറ്റ് പ്രാർത്ഥിക്കണം, നല്ല രീതിക്ക് കല്യാണം നടത്തി തരിച്ച് പ്രാർത്ഥിക്കണം. ഡെമിയാനെ സാറ്റ് പ്രാർത്ഥിക്കണം, പ്രത്യേകം
നരമ്പ് തലത്തിലെ നരമ്പ് പ്രശ്നങ്ങളെ മാറ്റി നല്ല ആരോഗ്യ സഹിക്കും ഡെമിനായിക്ക് പ്രാർത്ഥിക്കുന്നു. ഉഷാവ് സഞ്ചി പ്രാർത്ഥിക്കുന്നു. ജഗൻ സജ്ജൻ ബെൻസിജൻ ബെൻസിയെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിനെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. ജോനെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. നെഞ്ചി ജെനിയെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. ജോസിയെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. ജോസഫ് സഞ്ചി പ്രാർത്ഥിക്കുന്നു. അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഷിജിയെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. വിജയെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. ആയുഷ സഞ്ചി പ്രാർത്ഥിക്കുന്നു. ഗീതാവ് സഞ്ചി പ്രാർത്ഥിക്കുന്നു. അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. മധുവെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം കൊല്ലൂർ സഞ്ചി പ്രാർത്ഥിക്കുന്നു. ഉണ്ണിയെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. അണ്ണാവ് സഞ്ചി പ്രാർത്ഥിക്കുന്നു. രോഗ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൽമാവ് സഞ്ചി പ്രാർത്ഥിക്കുന്നു. രാജാമന്റെ കുടുംബത്തെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ ബന്ധനങ്ങളും മാറ്റി പ്രാർത്ഥിക്കുന്നു. സുജിനെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. സുജിയെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. സാജുവെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. സുചിത്ര സഞ്ചി പ്രാർത്ഥിക്കുന്നു. അണ്ണാവ് സഞ്ചി പ്രാർത്ഥിക്കുന്നു. അനിഷ സഞ്ചി പ്രാർത്ഥിക്കുന്നു. പൗലോസ് സഞ്ചി പ്രാർത്ഥിക്കുന്നു. കഥാവ് സഞ്ചി പ്രാർത്ഥിക്കുന്നു. വിജയദാസ സഞ്ചി പ്രാർത്ഥിക്കുന്നു. ശ്രീകുമാരെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. അരുണ സഞ്ചി പ്രാർത്ഥിക്കുന്നു. ആശ്വത സഞ്ചി പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുകരിക്കുന്ന പിതാവേ, ആസ്വദിക്കുന്ന പിതാവേ, ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ നിന്ദാസനെ. ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ നിന്ദാസനെ. ഉണർവിൽ വരലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസന്നിധി. നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ തരുന്നു. നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ തരുന്നു. ശ്രദ്ധിക്കണം. യേശു അനുകരിക്കുന്ന പിതാവേ, ആസ്വദിക്കുന്ന പിതാവേ, ഈ പാതുവിൽ പങ്കിടുന്ന എന്റെ മക്കൾ ഓരോരുത്തരും സാക്ഷി പ്രാർത്ഥിക്കുന്ന വിഷയം അടിവർത്തി വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന ഇവർക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം ഇവരുടെ കൂടി തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി ധരിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം ഇവിടെ കൃത്യ അഭിലാഷം സാധിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം ചന്ദ്രിക അവസാനിച്ച് പ്രാർത്ഥിക്കുന്നു. കുട്ടനെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓമന അവസാനിച്ച് പ്രാർത്ഥിക്കുന്നു. ഷൈനെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. സിന്ധുവെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ആർഷാവ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. അക്ഷയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുദാസ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ബീനാവ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. അജീഷ് ദാസ് ആക്സെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാദിനെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. രഞ്ജിയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. അതിരുദ്ധ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. സെൽവിയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. സോമനെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കണ്ണിൽ പ്രശ്നം മാറ്റി ധരിച്ച് പ്രാർത്ഥിക്കുന്നു. കുമാര സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ പോലെ സൗഖ്യിക്കട്ടെ പ്രാർത്ഥിക്കണം. സിബി ചാക്കോവ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ലിസാ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാജിയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാജി വരിക്കത്ത് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ആൻസി രാജ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. എഡിനെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. എഡനെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. സിജിയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറിയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. തലവേദനെ മാറ്റി ധരിച്ച് പ്രാർത്ഥിക്കുന്നു. മനോജ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. പാട്രിക്കെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. രഞ്ജിനാവ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഉഷാവ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. സാബുയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ സാവിയു സന്ദീപെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. കല്യാണ തടസ്സത്തെ മാറ്റി ധരിച്ച് പ്രാർത്ഥിക്കുന്നു. ഓമനാവ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. കാൽവേദനെ മാറ്റി ധരിച്ച് പ്രാർത്ഥിക്കുന്നു. ശരണ്യാവ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രസന്നാവ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചിത്തിരച്ച പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീജാവ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. അനുകരിക്കണേ, ആശ്രയിക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആശ്രയിക്കുന്ന പിതാവേ, തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ. തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ. ഉണർവിൻ ശക്തിയായി തീരണേ ഈ ശിഷ്യരാ നിന്ദാസനെ. ഉണർവിൻ ശക്തിയായി തീരണേ ഈ ശിഷ്യരാ നിന്ദാസനെ. ഉണർവിൻ വരലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസന്നിധി.
നാഥാ നിന്റെ വൻകൃപകൾ നിന്ന് കരുണയിരിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ നിന്ന് കരുണയിരിക്കൂ. ശ്രദ്ധിക്കണം, 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 ശ്രദ്ധിക്കണോ, ശ്രദ്ധിക്കണം, 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 ശ്രദ്ധിക്കണം. ബാബാ മനക്കുള്ള ഇടവയിലുള്ള എല്ലാ കുടുംബങ്ങളെ സാക്ഷി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബമുള്ള തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മാറ്റി തരിച്ച് പ്രാർത്ഥിക്കുന്നു ചെയ്യും. തെന്നൂർ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെ സാക്ഷി പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങളുള്ള കുടുംബങ്ങളെ സാക്ഷി പ്രാർത്ഥിക്കുന്നു. ബന്ധങ്ങളെ മാറ്റി തരിച്ച് പ്രാർത്ഥിക്കുന്നു ചെയ്യ. പുതുക്കൊപ്പം ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെ സാക്ഷി പ്രാർത്ഥിക്കുന്നു. പിശാചിക ബന്ധനങ്ങളെ മാറ്റി തരിച്ച് പ്രാർത്ഥിക്കുന്നു ചെയ്യ. വരദരാജൻ പേട്ട ഇടവയിലുള്ള 3500 കുടുംബങ്ങളെ സാക്ഷി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഇടയിലുള്ള ബന്ധനങ്ങളാൽ പെട്ടുപോയ, ഇന്നലാൽ പെട്ടുപോയി, കെട്ടുകളാൽ ശപിക്കപ്പെട്ട് പിശാചികളാൽ പെട്ടുപോയ എല്ലാ കുടുംബങ്ങളെ സാക്ഷി പ്രാർത്ഥിക്കുന്നു. ആ 3500 കുടുംബങ്ങളുടെ ബന്ധനങ്ങളെ കെട്ടുകളുടെ മാറ്റി തവണച്ച് പ്രാർത്ഥിക്കുന്നു. അനുകരിക്കുന്ന പിതാവെ, ആശ്രയിക്കുന്ന പിതാവെ, പ്രത്യേകം ബന്ധനങ്ങളാൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്കും യുവതികൾക്കും യുവാക്കളും ഉണ്ടായ കെട്ടുകളെയും ശാപങ്ങളെയും മാറ്റി തവണച്ച് പ്രാർത്ഥിക്കുന്നു. അനുകരിക്കുന്ന പിതാവെ, ആശ്രയിക്കുന്ന പിതാവെ, പ്രത്യേകം 13 കൊലപാതകങ്ങൾ ഉൾപ്പെട്ടുപോയ എല്ലാ ആത്മാക്കളെ സാധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അനുകരിക്കുന്ന പിതാവെ, ആശ്രയിക്കുന്ന പിതാവെ, അത് വല്ലമൈ ഇറങ്ങട്ടും, ശക്തി ഇറങ്ങട്ടും. ഈ ഇടയുള്ള ഈ 3500 കുടുംബങ്ങൾ മീത് ശക്തി ഇറങ്ങട്ടും, വല്ലമേരുടെ ഇറങ്ങട്ടും ആണ്ടേറെ ഈശോയെ. അനുകരിക്കുന്ന പിതാവെ, ആശ്രയിക്കുന്ന പിതാവെ, വല്ലമല്ല പിതാവെ, പ്രത്യേകം തൂങ്ങി മരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അന്ന് 9 നവറുകളിൽ സവരിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ആശ്രയിക്കുന്ന പിതാവെ, പ്രത്യേക ഈ മനോഭാവങ്ങൾ, തിന്മ നിറഞ്ഞ മനോഭാവങ്ങളെ മാറ്റി നന്മ നിറഞ്ഞ മനോഭാവങ്ങളെ നിറവേക്കണേ പ്രാർത്ഥിക്കുന്ന ഈശോയെ. അനുകരിക്കുന്ന പിതാവെ, ആശ്രയിക്കുന്ന പിതാവെ, സുഹൃത്തിടയിലുള്ള എല്ലാ കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. മധുകര ഇടയിലുള്ള എല്ലാ കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ചാവടി ഇടയിലുള്ള എല്ലാ കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രയിക്കുന്ന പ്രാർത്ഥിക്കുന്നു. റാസ്യമംഗലവും ഇടവിലുള്ള എല്ലാ കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയമംഗലം ഇടയിലുള്ള എല്ലാ കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. അനുകരിക്കുന്ന പിതാവെ, ആശ്രയിക്കുന്ന പിതാവെ, ഇറങ്ങമയ്യ, അഭിഷേകത്തോട് ഇറങ്ങമയ്യ, സ്തുതിയോട് ഇറങ്ങമയ്യ, വല്ലഭയോട് ഇറങ്ങമയ്യ. മുതിയവല ഇടയിലുള്ള എല്ലാ കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. തുങ്ങമരയിലുള്ള എല്ലാ കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. കട്ടക്കടയിലുള്ള എല്ലാ കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. പുതുവയ്ക്കൽ, പൂവച്ചൽ, മാതാനഗറിലുള്ള എല്ലാ കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ചന്ദ്രമംഗല ഇടയിലുള്ള കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. വട്ടകുള ഇടയിലുള്ള കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം കല്ലാമം, ഇടയിലുള്ള എല്ലാ കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരെയും നീ ആശ്രവദിക്കണമേ, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പ്രത്യേകം ബന്ധനങ്ങളാലും കെട്ടുകളാലും നിറഞ്ഞിരിക്കുന്ന ഓരോരു വ്യക്തിയും തിരുക്കരങ്ങളാൽ, അഭിഷേകരങ്ങളാൽ, ആശ്രവത്തിൻകരങ്ങളാൽ, ബന്ധനകരങ്ങളാൽ നീ ബന്ധങ്ങളെ മാറ്റി, കെട്ടുകളെ മാറ്റി അനുകരിക്കണമേ, അനുകരിക്കണമേ, അനുകരിക്കണമേ പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവേ, ആശ്രയിക്കുന്ന പിതാവേ, ഇറങ്ങമയ, അഭിഷേകത്തോട് ഇറങ്ങമയ, സ്തുതിയോട് ഇറങ്ങമയ, വല്ലമയോട് ഇറങ്ങമയ. രാജാവ് സാധിച്ച് പ്രാർത്ഥിക്കണം, രാജനെ സാധിച്ച് പ്രാർത്ഥിക്കണം, രാജേഷ് സാധിച്ച് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവേ, ആശ്രയിക്കുന്ന പിതാവേ, ഇറങ്ങമയ, അഭിഷേകത്തോട് ഇറങ്ങമയ, സ്തുതിയോട് ഇറങ്ങമയ. 260 ഏക്കർ സ്വന്തമാക്കിയാലും ചെയ്യുന്ന ആ ഗോരി നഷ്ടപ്പെട്ടു പോകുന്ന ആ അന്തരീക്ഷത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സഹോദരനെ, ആ 4 പേരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ആ ഇടത്തിലുള്ള ആ ഗോരിയിലുള്ള എല്ലാ ബന്ധനങ്ങളെയും കെട്ടുകളെയും മാറ്റി തരണമേ എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു. അനുകരിക്കുന്ന പിതാവേ, ആശ്രയിക്കുന്ന പിതാവേ, ഇറങ്ങമയ, സോമയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. കെൽതാവ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. രാജേന്ദ്രനെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. രജനീഷ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ പ്രാർത്ഥിക്കുന്നു. യേശുദാസ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. നാഗനവെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. മേഖലാവെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. മണിമേഖലയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണകയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ചിലമ്പയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. സാധുവെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. കൃഷിയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. കാരിസ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ആഞ്ചലെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസുന്ദരിയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. വിജയനെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്പലയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. റോനാവ് സാധിച്ച് പ്രാർത്ഥിക്കുന്നു. റോമിയ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. റോമിയ മകളെ സമർപ്പിച്ച് നന്ദി അർപ്പിക്കുകയും തുടർന്ന് മകളോട് ചേർന്ന് പഠനങ്ങളിൽ നീ കൂടെ നിൽക്കുകയും ആസ്വദിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു. അനുകരിക്കുന്ന പിതാവേ, ആശ്രയിക്കുന്ന പിതാവേ, കുടുംബത്തിലുള്ള തടസ്സങ്ങളെ ബുദ്ധിമുട്ടുകളെ മാറ്റി നയിക്കുന്ന പ്രാർത്ഥിക്കുന്നു. അനുകരിക്കുന്ന പിതാവേ, ആശ്രയിക്കുന്ന പിതാവേ, അഷ്ടകൻ കുടുംബത്തെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. സോമ
റോമൻ കുടുംബത്തെ സാധിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അർച്ചകൻ മൂത്തമല സാധിച്ച് പ്രാർത്ഥിക്കണം. കല്യാണത്തിനോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മകൾക്ക് തിരുക്കുടുംബത്തിന്റെ ആശീർവാദം, ആശീർവാദം, അമ്മയുടെ ആശീർവാദം, മരിയത്തിന്റെ ആശീർവാദം, ഈശോയുടെ അനുഗ്രഹം ഈ മകനുക്ക് നൽകണിച്ച് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവി, ആശ്രയിക്കുന്ന പിതാവി, രാജാവ് സാധിച്ച് പ്രാർത്ഥിക്കണം, വല്ലരെ സാധിച്ച് പ്രാർത്ഥിക്കണം, കിരണ സാധിച്ച് പ്രാർത്ഥിക്കണം, മുത്ത സാധിച്ച് പ്രാർത്ഥിക്കണം, സീത സാധിച്ച് പ്രാർത്ഥിക്കണം, അജയ സാധിച്ച് പ്രാർത്ഥിക്കണം, സൗമ്യ സാധിച്ച് പ്രാർത്ഥിക്കണം, ഇരീന സാധിച്ച് പ്രാർത്ഥിക്കണം, ശിബയെ സാധിച്ച് പ്രാർത്ഥിക്കണം, മക്കളെ സാധിച്ച് പ്രാർത്ഥിക്കണം, ഉഷ സാബ് കുടുംബത്തെ സാധിച്ച് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവി, ആശ്രയിക്കുന്ന പിതാവി, സന്താന സൗഭാഗ്യമില്ലാமல் കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സാധിച്ച് പ്രാർത്ഥിക്കുന്നു. അപരിമിതമായ കൃപ, ആശീർവാദമുള്ള അനുഗ്രഹം, ശക്തി ഈ മക്കൾ മീത് ഇറങ്ങട്ടെ പ്രാർത്ഥിച്ചു. ആ സാധ്യമാക്കുപവനെ ഇറങ്ങുമയ, വിശ്വത്തോട് ഇറങ്ങുമയ, സ്തുതിയോട് ഇറങ്ങുമയ, വല്ലമയോട് ഇറങ്ങുമയ. സ്നേഹ മകളെ സാധിച്ച് പ്രാർത്ഥിക്കണം. പഠന പോലുള്ള എല്ലാ തടസ്സങ്ങളെയും ബുദ്ധിമുട്ട് സാധിച്ച് പ്രാർത്ഥിച്ചു. വസന്തിയെ സാധിച്ച് പ്രാർത്ഥിക്കണം, അദ്വിനെ സാധിച്ച് പ്രാർത്ഥിക്കണം, അലക്സ് മകനെ സാധിച്ച് പ്രാർത്ഥിക്കണം, ആൻഡ്രോ സാധിച്ച് പ്രാർത്ഥിക്കണം, മേനെ സാധിച്ച് പ്രാർത്ഥിക്കണം, മേരെ സാധിച്ച് പ്രാർത്ഥിക്കണം, അലക്സ് ആൻസിയെ സാധിച്ച് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവി, ഇഗ്നേഷ്യസ് സാധിച്ച് പ്രാർത്ഥിക്കണം, വല്ലലെ സാധിച്ച് പ്രാർത്ഥിക്കണം, മിഥുനെ സാധിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിക്കണം, മോഹനെ സാധിച്ച് പ്രാർത്ഥിക്കണം, അനിലെ സാധിച്ച് പ്രാർത്ഥിക്കണം, ദീപ സാധിച്ച് പ്രാർത്ഥിക്കണം, അതിരെ സാധിച്ച് പ്രാർത്ഥിക്കണം. അനുകരിക്കുന്ന പിതാവി, ആശ്രയിക്കുന്ന പിതാവി, ഇറങ്ങമയ, അഭിഷേകമയ, നോവി കുടുംബത്തെ സാധിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. സാധിച്ച് പ്രാർത്ഥിക്കണം, ബിന്ദുവെ സാധിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവി, ആശ്രയിക്കുന്ന പിതാവി, ഇറങ്ങമയ, അഭിഷേകത്തോട് ഇറങ്ങമയ, സ്തുതിയോട് ഇറങ്ങമയ, ജെയിംസ് സഹോദരനെ സാധിച്ച് പ്രാർത്ഥിക്കണം, വിജയനെ സാധിച്ച് പ്രാർത്ഥിക്കണം, ശോഭന ടീച്ചറെ സാധിച്ച് പ്രാർത്ഥിക്കണം, ആരോഗ്യത്തിനോട് പ്രാർത്ഥിക്കണം, മകളെ സാധിച്ച് പ്രാർത്ഥിക്കണം, മകനെ സാധിച്ച് പ്രാർത്ഥിക്കണം, PSC എക്സാമിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മകനെ സാധിച്ച് പ്രാർത്ഥിക്കണം, ആസ്വദിച്ച് പ്രാർത്ഥിച്ചു. അൽഫോൻസ് സാധിച്ച് പ്രാർത്ഥിക്കണം, മക്കളെ സാധിച്ച് പ്രാർത്ഥിക്കണം, കുടുംബത്തിലെ തടസ്സങ്ങളെ ബുദ്ധിമുട്ടുകൾ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. നേസമനെ സാധിച്ച് പ്രാർത്ഥിക്കണം, അനുകരിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. കണ്ണീരോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരോ അമ്മയെ നിലവിളി കേൾക്കണമേ, ഓരോ അപ്പന്റെ നിലവിളി കേൾക്കണേ വെച്ച് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവി, ആസ്വദിക്കുന്ന പിതാവി, ഇങ്ങനെ ബാബാ സദമ ശ്വേത സാധിച്ച് പ്രാർത്ഥിക്കണം, സുന്ദര സാധിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിക്കണം, സാധിച്ച് പ്രാർത്ഥിക്കണം, ആ റോസ്മിന്റെ സാധിച്ച് പ്രാർത്ഥിക്കണം, ആരോഗ്യത്തിനോട് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവി, ആസ്വദിക്കുന്ന പിതാവി, കാർമലെ സാധിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. ബാബാ സദമ ഈശോയെ അനുകരിക്കുന്ന പിതാവി, ആശ്രയിച്ച് ഇരുത്താ സാധിച്ച് പ്രാർത്ഥിക്കണം, മക്കളെ സാധിച്ച് പ്രാർത്ഥിക്കണം, ഉണ്ണികൃഷ്ണൻ പ്രാർത്ഥിക്കണം, കൃഷ്ണൻകുടിയെ സാധിച്ച് പ്രാർത്ഥിച്ചു. ആസ്വദിക്കുന്ന പിതാവി, അനുകരിക്കുന്ന പിതാവി, ഇറങ്ങമയ, അഭിഷേകത്തോട് ഇറങ്ങമയ, സ്തുതിയോട് ഇറങ്ങമയ, വല്ലമയോട് ഇറങ്ങമയ, വിപിനെ സാധിച്ച് പ്രാർത്ഥിക്കണം, വിപിൻ രാജ സാധിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയ സാധിച്ച് പ്രാർത്ഥിക്കണം, അനുകരിച്ച് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവി, ആസ്വദിക്കുന്ന പിതാവി, ഇറങ്ങമയ, അഭിഷേകത്തോട് ഇറങ്ങമയ, സ്തുതിയോട് ഇറങ്ങമയ, വല്ലമയോട് ഇറങ്ങമയ, ആസ് ഇറങ്ങട്ടെ, വല്ലം ഇറങ്ങട്ടെ, സ്തുതി ഇറങ്ങട്ടെ, മടരീക്ഷ. അനുകരിക്കുന്ന പിതാവി, ആസ്വദിക്കുന്ന പിതാവി, ഇറങ്ങമയ, അഭിഷേകത്തോട് ഇറങ്ങമയ, സ്തുതിയോട് ഇറങ്ങമയ, വല്ലമയോട് ഇറങ്ങമയ. ദേവ ഗൗഡ സാധിച്ച് പ്രാർത്ഥിക്കണം, രാജസ്വ സാധിച്ച് പ്രാർത്ഥിക്കണം, രാജസാധിച്ച് പ്രാർത്ഥിക്കണം, പ്രത്യേകം അമുൽ വെളിത്തെ സാധിച്ച് പ്രാർത്ഥിക്കണം, ആസ്വദിച്ച് പ്രാർത്ഥിക്കണം, വിക്ടറെ സാധിച്ച് പ്രാർത്ഥിക്കണം, നിക്കോളാസ് സാധിച്ച് പ്രാർത്ഥിക്കണം, ആസ്വദിച്ച് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവെ, ആസ്വദിക്കുന്ന പിതാവെ, വേദന സാധിച്ച് പ്രാർത്ഥിക്കണം, അനുകരിച്ച് പ്രാർത്ഥിച്ചു. പ്രത്യേകം ഈ ദേവാലയത്തിൽ ബന്ധപ്പെടുന്ന ഓരോരോ മക്കളെ സാധിച്ച് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവെ, നല്ലവനായ ക്രിസ്തുരാജ, നല്ലവനായ ക്രിസ്തുരാജ, നല്ലവനായ ക്രിസ്തുരാജ, എന്നെ അനുഗ്രഹിപ്പാൻ, എന്നെ ആശീർവദിപ്പാൻ, എന്നുള്ള അടിവച്ച വെച്ചോണ്ട് വന്നുപോകുന്ന ഓരോരുത്തരെയും ചെറു കരങ്ങളാൽ, അഭിഷേക കരങ്ങളാൽ, ആശീർവാദ കരങ്ങൾ അനുസരിച്ച് പ്രാർത്ഥിച്ചു. ജനിച്ച മകളെ സാധിച്ച് പ്രാർത്ഥിക്കണം, ജനെ സാധിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിക്കണം, ഈ പഠനപുരം സമരിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവി, ആശ്രയിക്കുന്ന പിതാവി, ഇറങ്ങമയ, അഭിഷേകത്തോട് ഇറങ്ങമയ, സ്തുതിയോട് ഇറങ്ങമയ, വല്ലമയോട് ഇറങ്ങമയ, മിഥുനെ സാധിച്ച് പ്രാർത്ഥിക്കണം, കൈവഴി സാധിച്ച് പ്രാർത്ഥിക്കണം, ഓമനെ സാധിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവി, ആശ്രയിക്കുന്ന പിതാവി, ഇറങ്ങമയ, അഭിഷേകത്തോട് ഇറങ്ങമയ, സ്തുതിയോട് ഇറങ്ങമയ, സബരെ സാധിച്ച് പ്രാർത്ഥിക്കണം, രണ്ടുജ സാധിച്ച് പ്രാർത്ഥിക്കണം, രാജ്ഞിയെ സാധിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. സോമനെ സാധിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഇറങ്ങമയ, അഭിഷേകത്തോട് ഇറങ്ങമയ, സ്തുതിയോട് ഇറങ്ങമയ, വല്ലമയോട് ഇറങ്ങമയ, സാധിച്ച് പ്രാർത്ഥിക്കണം, രീന സാധിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. നന്ദുവെ സാധിച്ച് പ്രാർത്ഥിക്കണം, നന്ദാനോ സാധിച്ച് പ്രാർത്ഥിക്കണം, വരിക കുടുംബത്തെ സാധിച്ച് പ്രാർത്ഥിക്കണം, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരും സാധിച്ച് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവി, ആശ്രയിക്കുന്ന പിതാവി, ഇറങ്ങമയ, അഭിഷേകത്തോട് ഇറങ്ങമയ, സ്തുതിയോട് ഇറങ്ങമയ, വല്ലമയോട് ഇറങ്ങയ, രാഹുലെ സാധിച്ച് പ്രാർത്ഥിക്കണം, അനുവെ സാധിച്ച് പ്രാർത്ഥിക്കണം, ബിജിനെ സാധിച്ച് പ്രാർത്ഥിക്കണം, ശീല സാധിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിക്കണം, അനുകരിച്ച് പ്രാർത്ഥിച്ചു. അനുകരിക്കുന്ന പിതാവി, ആശ്രയിക്കുന്ന പിതാവി, വല്ലൽ പെരുമാ സാധിച്ച് പ്രാർത്ഥിക്കണം, ദഹാങ്കരെ സാധിച്ച് പ്രാർത്ഥിക്കണം, അജ്മീരെ സാധിച്ച്
സാധ്യ പ്രാർത്ഥന ചെയ്തു സാധ്യ പ്രാർത്ഥന ചെയ്ത് കുടുംബത്തെ സാധ്യ പ്രാർത്ഥന രഞ്ജിച്ച പ്രാർത്ഥന ആശ്രയിച്ച പ്രാർത്ഥന അശ്വതി സാധ്യ പ്രാർത്ഥന സാബു സാധ്യ പ്രാർത്ഥന ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥന മക്കളെ സാധ്യ പ്രാർത്ഥന അനുകരിച്ച് പ്രാർത്ഥന ആശ്രയിച്ച് ജ്യോതി സാധ്യ പ്രാർത്ഥന ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങുമയ അഭിഷേകത്തോട് ഇറങ്ങുമയ അലൻപാല സാധ്യ പ്രാർത്ഥന ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങുമയ അഭിഷേകത്തോട് ഇറങ്ങുമയ സ്തുതിയോട് ഇറങ്ങുമയ വല്ലമയോട് ഇറങ്ങുമയ ആശ്രയിങ്ങട്ടെ വല്ലമ ഇറങ്ങട്ടെ സ്തുതി ഇറങ്ങട്ടെ മണ്ടവരെ ഈശോനെ കരിക്കുന്ന പിതാവി ആശ്രയിക്കുന്ന പിതാവി ഇറങ്ങുമയ അഭിഷേകത്തോട് ഇറങ്ങുമയ സ്തുതിയോട് ഇറങ്ങുമയ വല്ലമയോട് ഇറങ്ങുമയ വിക്ടറെ സാധ്യ പ്രാർത്ഥിക്കുന്നു ഇമ്മലെ സാധ്യ പ്രാർത്ഥന ജസ്റ്റിസ് സാധ്യ പ്രാർത്ഥിക്കുന്നു ആശ്രയിച്ച് അരിസ്റ്റിഡസ് സാധ്യ പ്രാർത്ഥിക്കുന്നു ആശ്രയിച്ച് ജനേസിസ് മകനെ സാധിച്ച് പ്രാർത്ഥിക്കണം ആശ്രയിച്ച് പ്രാർത്ഥിക്കണം ഈ മകനൊക്കെ ഉണ്ടായ എല്ലാ തടസ്സങ്ങളെ ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് പ്രാർത്ഥിച്ച് അനുകരിക്കുന്ന പിതാവി ആശ്രയിക്കുന്ന പിതാവി സുദർശന കുടുംബത്തെ സാധിച്ച് പ്രാർത്ഥിക്കണം അക്ഷിതരാജ് അജിതരാജ് സാധിച്ച് പ്രാർത്ഥിക്കണം സാധിച്ച് പ്രാർത്ഥിക്കണം അഞ്ചുമാ സാധിച്ച് പ്രാർത്ഥിക്കണം ആശ്രയിച്ച് പ്രാർത്ഥിക്കണം അനുകരിച്ച് പ്രാർത്ഥിക്കണം അഞ്ചിത സാധിച്ച് പ്രാർത്ഥിക്കണം അനുകരിച്ച് പ്രാർത്ഥന സുദർശന കുടുംബത്തെ സജീവരാജ് കുടുംബത്തെ സാധിച്ച് പ്രാർത്ഥിക്കണം ആശ്രയിച്ച് പ്രാർത്ഥന വിജയരാജ് കുടുംബത്തെ സാധിച്ച് പ്രാർത്ഥന അനുകരിച്ച് പ്രാർത്ഥന പ്രത്യേക അപ്സര സാധിച്ച് പ്രാർത്ഥിക്കണം അഗ്നത്തെ സാധിച്ച് പ്രാർത്ഥിക്കണം ആശ്രയിച്ച് പ്രാർത്ഥന അനുകരിച്ച് പ്രാർത്ഥിച്ച് അനുകരിക്കുന്ന പിതാ സാധിച്ച് പ്രാർത്ഥന കല്യാണം തടസ്സത്തെ മാറ്റി ധരിച്ച് പ്രാർത്ഥന ആശ്രയിച്ച് പ്രാർത്ഥിച്ച് വെരിക്കുട്ടി സാധിച്ച് പ്രാർത്ഥന ആശ്രയിച്ച് പ്രാർത്ഥിച്ച് യെസ് കുടുംബത്തെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു ഏഞ്ചലെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു ബിബിനെ സാധിച്ച് പ്രാർത്ഥന എബിനെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അനുകരിക്കുന്ന പിതാവി ആശ്രയിക്കുന്ന പിതാവി ഇറങ്ങുമയ അഭിഷേകത്തോട് ഇറങ്ങുമയ സ്തുതിയോട് ഇറങ്ങുമയ അലുന സാധിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞിനെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അനുകരിക്കുന്ന പിതാവി ആശ്രയിക്കുന്ന പിതാവി ഇറങ്ങുമയ അഭിഷേകത്തോട് ഇറങ്ങുമയ സ്തുതിയോട് ഇറങ്ങുമയ വല്ലമയോട് ഇറങ്ങുമയ ആശ്രയിക്കട്ടെ വല്ലമ ഇറങ്ങട്ടെ സ്തുതി പ്രത്യേകം 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 ഈ പാതവിയിൽ പങ്കെടുത്ത് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ വിഷമത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ എന്റെ എക്സാം എങ്ങനെ ആയി ഞാൻ പാസ്സാവണോ ഫെയിൽ ആവണോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കണേ ഓരോരു കുട്ടിയെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു മറ്റേ കരം അവരോട് കൂടെ ഇരിക്കട്ടെ നമ്മുടെ കൃപ കൂടെ നിൽക്കട്ടെ നമ്മുടെ അഭിഷേകം കൂടെ ഇരിക്കട്ടെ അവരെ നയിക്കട്ടെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു അപകടത്തിലിருந்து രക്ഷ നൽകുന്ന ഒറ്റ വ്യക്തിയെ നീയേ ഉള്ളു ആ വിശ്വാസം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരു കുട്ടിയെടുത്തും സാന്നിധ്യം ഇറങ്ങട്ടെ 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 എന്ന് പ്രാർത്ഥിച്ച് അനുകരിക്കുന്ന പിതാവി ആശ്രയിക്കുന്ന പിതാവി ഇനി എഴുതാൻ പോകുന്ന എക്സാമുകളിൽ നല്ല രീതിക്ക് എക്സാം എഴുതാനുള്ള ആശീർവാദം 10th 11th 12th കുട്ടികളിലേക്ക് ഒത്തിരിയേറെ നൽകി ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അനുകരിക്കുന്ന പിതാവി ആശ്രയിക്കുന്ന പിതാവി ഇറങ്ങുമയ അഭിഷേകത്തോട് ഇറങ്ങുമയ സ്തുതിയോട് ഇറങ്ങുമയ വല്ലമയോട് ഇറങ്ങുമയ കടബാധകൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ കഷ്ടപ്പാടുകൾ ബന്ധനങ്ങൾ കെട്ടുകൾ ശാപങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ വിടുതൽ നൽകി ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അനുകരിക്കുന്ന പിതാവി ആശ്രയിക്കുന്ന പിതാവ് ട്രാൻസ്ഫർ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ നീ സമത്വം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആശ്രയിക്കുന്ന പിതാവി അനുകരിക്കുന്ന പിതാവി ഇറങ്ങമയ അഭിഷേകത്തോട് ഇറങ്ങമയ സ്തുതിയോട് ഇറങ്ങമയ വല്ലമയോട് ഇറങ്ങമയ കടബാധിനാൽ മരിക്കുന്നവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മുതൽ സാന്നിധ്യം നൽകട്ടെ ഒരു വഴിയെ തുറന്ന് നൽകണമേ വെച്ച് പ്രാർത്ഥിച്ച് അനുകരിക്കുന്ന പിതാവി ആശ്രയിക്കുന്ന പിതാവി ഇറങ്ങമയ അഭിഷേകത്തോട് ഇറങ്ങമയ സ്തുതിയോട് ഇറങ്ങമയ വല്ലമയോട് ഇറങ്ങമയ ആശ്രയിക്കട്ടെ വല്ലമ ഇറങ്ങട്ടെ സ്തുതി ഇറങ്ങട്ടെ മണ്ടവരെ ഈശോയെ ഞാൻ ഈ വീട്ടിലേക്ക് പോയ ശേഷം എനിക്ക് ബന്ധനങ്ങളും കെട്ടുകളും കേറി വരുന്നുണ്ട് പേടിച്ചു കൊണ്ടിരിക്കുന്ന ആ 3 കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കണം ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അനുകരിക്കുന്ന പിതാവി ആശ്രയിക്കുന്ന പിതാവി ഇറങ്ങമയ അഭിഷേകത്തോട് ഇറങ്ങമയ സ്തുതിയോട് ഇറങ്ങമയ ആമച്ചലടോയെ സാധിച്ച് പ്രാർത്ഥിക്കണം ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അനുകരിക്കുന്ന പിതാവ് ഈ കണ്ടകട ചുറ്റുമുള്ള എല്ലാ ഇടവകളെയും സാധിച്ച് പ്രാർത്ഥിക്കണം എല്ലാ കുടുംബങ്ങളെ സാധിച്ച് പ്രാർത്ഥിക്കണം പ്രത്യേകം ഉദാഹരണത്തെ പ്രത്യാശയോടെ നോക്കി നിൽക്കുന്ന ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തിയും സാധിച്ച് പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൽ ഉത്താനം കെട്ടടിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ ഉത്താനം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അനുകരിക്കുന്ന പിതാവി ആശ്രയിക്കുന്ന പിതാവി ഇറങ്ങമയ അഭിഷേകത്തോട് ഇറങ്ങമയ സ്തുതിയോട് ഇറങ്ങമയ വല്ലമയോട് ഇറങ്ങമയ നന്മ നിറഞ്ഞവരെ സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ എന്നും നിനക്ക് സഹായമാക്കട്ടെ. സീനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ. നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ. നിന്റെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ. അവിടുന്ന് എന്റെ ഹൃദയ അഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് എന്റെ ഉത്തമങ്ങൾ സഫലമാക്കട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ പെരുതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. കർത്താവും നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മനും എല്ലാവരും സമത്വം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
സ്ഥിതി ഇതിൽ സത്കാരി തീർക്കുന്ന സർവേശ്വര സ്ഥിതി ഇതിൽ സത്കാരി തീർക്കുന്ന സർവേശ്വര സ്നേഹ കൂടാരമാ എന്നിലണിയാനണയും തമ്പുരാനേ നിൻ സ്നേഹമോഹമതി വരുക ഓ സ്ഥിതി രൂപമാ എന്നിൽ സത്കാരിക്കുന്ന സർവേശ്വര കാരുണ്യമാ അണയുന്ന സ്നേഹമേ കൂദാശയാ അലിയുന്ന ഭോജ്യമേ നിഴലായി കൂടെ വാഴേണമേ തിരുകരത്താലെന്നെ നിഴലായി കൂടെ വാഴേണമേ ഈശോ സ്ഥിതി രൂപമാ ഇതിൽ സത്കാരി സർവേശ്വര കാരുണ്യമാ അണയുന്ന സ്നേഹമേ കൂദാശയാ അലിയുന്ന ഭോജ്യമേ നീ മാത്രമാണെന്നോവിൽ സർവസ്വവും തിരുവോസ്തിയായി നിന്നിൽ വാഴേണമേ നീ മാത്രമാണെന്നോവിൽ സർവസ്വവും തിരുവോസ്തിയായി നിന്നിൽ വാഴേണമേ ഈശോ സത്കാരി സർവേശ്വര
സ്നേഹമാ സ്നേഹകൂടാരമാ എന്നിലലിയാനണയും തമ്പുരാനേ, നിൻ സ്നേഹമോർത്താൽ മതിവരുന്നു. കാരുണ്യമാ ഉദാസയാ അലിയുന്ന ഭോജമേ. സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി ഉദാസി നവ്യവീമത്തി കർമ്മങ്ങൾ ഒന്നല്ല പൂർവിതൻ സാദരം നാളിലേക്കു പോരായ്മയും തീർക്കുക സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്തുതിയും കീർത്തിയും ശക്തിയുമാകുന്നു വാഴകത്തെ ദൈവമേ. സ്വർഗത്തിൽ അവരുടെ കാപ്പ് മഹിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പെരിയ പുത്രന്റെ വിടാനത്തിന് സ്മാരകമായി വിസ്മയമങ്ങൾക്കും ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്താന്തരം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരു ശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യ രഹസ്യമണവും അനുഗ്രഹങ്ങളുടെ മേൽ നിത്യമായി ജീവിച്ചു വാഴ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന്
ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസന്നിധാനമാകുമങ്ങയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധി. ഉന്നതനായ താതൻ തന്നോട് ദിവ്യനാം സൂര്യവാണു നീ. കന്യകയിൽ അങ്ങു മണ്ണിലെ ജാതന, അങ്ങു മണ്ണിലെ ജാതന. ചിന്തനെയെന്നും യാചിക്കൂ സന്തതം. നിത്യാനന്ദത്തിൽ അങ്ങേ സ്നേഹിത ഒത്തുചേരാൻ കനിയണേ, ഒത്തുചേരാൻ കനിയണേ. പാപമീശായി നിന്നോഗ്രഹം നൽകണേ.
ആശ്രയിച്ചീവ തീവ്രമായ തിങ്ങും കാരുണ്യം അർപ്പിച്ചു നിന്നിൽ ആശ സർവ്വവും ലേശം ലജ്ജിക്കുകയില്ല ഞാൻ. ലേശം ലജ്ജിക്കുകയില്ല ഞാൻ. ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേശവാ, വരുമോ രക്ഷകൻ സൗഭാഗ്യം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹിക്കുന്നവരെ, എല്ലാവരെയും സാധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ദൈവാലയത്തിൽ വന്നു പോകാൻ ഓരോരുത്തരെയും സാധിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ക്രിസ്തുരാജ സമത്വമായി അനുകരിക്കട്ടെ, ആസ്വദികരിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൽ വന്നവർ മക്കളെയും കുരിശടി കടന്നു പോകുന്ന മക്കളെയും കാട്ടാക്കട പ്രദേശം ജീവിക്കാൻ നാനാചാര്യ മക്കളെയും സമത്വമായി അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധകൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, ശാപങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കുടുംബങ്ങൾക്ക് വിടുതൽ നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ രോഗികളെ സാധിച്ച് പ്രാർത്ഥിക്കണം. വെറോണയ്ക്ക് നമുക്ക് നല്ല ആരോഗ്യം സഹിക്കാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകം ക്യാൻസർ വേദന കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും സാധിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. വയറ്റ് വേദനകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ സാധിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കാറ്റ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സഹോദരനെ സാധിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകം പിജാതിക ബന്ധനങ്ങളാൽ
കെട്ടുകൾക്ക് ശാപങ്ങൾക്ക് ഉൾപ്പെട്ടു പോയ കുടുംബങ്ങളെയും വ്യക്തികളെയും സാധിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകം ഒരേ കുടുംബത്തിലുള്ള എല്ലാവരും തൂങ്ങി മരിച്ചു പോയ എല്ലാവരെയും സാധിച്ച് പ്രാർത്ഥിക്കണം. ആ സഹോദരനെ മാത്രയും സാധിച്ച് പ്രാർത്ഥിക്കണം. മരിച്ചുപോയ എല്ലാ മക്കളെയും മരുമക്കളെയും ചെറുമക്കളെയും ഭാര്യയെയും സാധിച്ച് പ്രാർത്ഥിക്കണം. ഈ തൂങ്ങി മരിച്ചുപോയ ഓരോരോ ആത്മാവഴിയേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബന്ധനങ്ങളെയും കെട്ടുകളെയും നേതാമേ മാറ്റി തരണമേ. ഈ രവി സഹോദരനക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധ്യത കഷ്ടപ്പെട്ട ഓരോരുത്തരും ശ്രമിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ശ്രമിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. സന്താന സൗഭാഗ്യത്തിനുണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വിഷമത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, സങ്കടത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തിയും ശ്രമിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പൂർവികർ വഴിയായിട്ട് ഉണ്ടായ ശാപങ്ങളെയും തടസ്സങ്ങളെയും മാറ്റി ഇവർക്ക് സന്താന സൗഭാഗ്യം നൽകാൻ വെച്ച് പ്രാർത്ഥിക്കണം. ഗർഭിണിയായിരിക്കുന്ന ഓരോരുത്തരും ശ്രമിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകം വിഭിരാജ് ശ്രമിച്ച് പ്രാർത്ഥിക്കണം, ആഷ്ണ ശ്രമിച്ച് പ്രാർത്ഥിക്കണം. ഗർഭഭദ്ര കുഞ്ഞിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിന് ഓത്തിന് അന്വേഷിപ്പിക്കുകയും തുടർന്ന് ആ കുഞ്ഞ് നീ സമത്വമായി അനുകരിച്ച് ആസ്വദിച്ച് പ്രാർത്ഥിക്കണം. അസാധ്യമാനത് സാധ്യമാക്കുവൻ നീയേ ഉള്ളൂ എന്നോട് അടിവരിച്ച വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ മകനെയും മകളെയും ശ്രമിച്ച് പ്രാർത്ഥിക്കണം. ആ കുഞ്ഞിനെ തുടരെ മിനിച്ച് പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഹൃദയം സാധിച്ച് പ്രാർത്ഥിക്കണം. PSC എക്സാമിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ശ്രമിച്ച് പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ കുറ്റങ്ങളെയും കുറവുകളെയും ഓർത്ത് മനസ്സപിക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാവങ്ങൾ പ്രവർത്തനം അനുസരിച്ച് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കരുണയ്ക്കായി ഞങ്ങൾ അപേക്ഷിക്കണം. പ്രായശ്ചിത്തം വഴി തെറ്റ് തിരുത്തിയവർ, സൽപ്രവൃത്തികളിൽ പരിശീലനം നേടിയവരുമായ അങ്ങേ ദാസർ, അങ്ങേ കൽപ്പനകളിൽ ആത്മാർത്ഥമായി നിലനിൽക്കുന്നവരും പെസഹ ആഘോഷങ്ങളിൽ എത്തിച്ചേരുന്നവരും ആക്കി തീർക്കണമേ. കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്ന് അധർമ്മികൾ മിഥ്യാസങ്കല്പത്തിൽ മുഴുകി നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം. അവൻ നമുക്ക് ശല്യമാണ്. അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു. നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു. തനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിന്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു. അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു. അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ്. അവന്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. മാർഗങ്ങൾ അസാധാരണവും. അവൻ നമ്മെ അധമമായി കരുതുന്നു. നമ്മുടെ മാർഗങ്ങൾ അശുദ്ധമെന്ന പോലെ അവൻ അവയിൽ നിന്നൊഴിഞ്ഞു മാറുന്നു. നീതിമാന്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു. ദൈവം തന്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു. അവന്റെ വാക്കുകൾ സത്യമാണോ എന്ന് പരീക്ഷിക്കാം. അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നീതിമാൻ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ അവിടുന്ന് അവനെ തുണയ്ക്കും. ശത്രുകരങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നിന്ദനവും പീഠവും കൊണ്ട് അവന്റെ സൗമ്യതയും കഷ്ടതയും നമുക്ക് പരീക്ഷിക്കാം. അവനെ ലജ്ജാകരമായ മരണത്തിൽ നിന്ന് വിധിക്കാം. അവന്റെ വാക്ക് ശരിയെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുമല്ലോ. അവർ ഇങ്ങനെ ചിന്തിച്ചു, എന്നാൽ അവർക്ക് തെറ്റുപറ്റി. ദുഷ്ടത അവരെ അന്ധരാക്കി. ദൈവത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല. വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. കർത്താവിന്റെ വചനം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. കർത്താവ് തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. കർത്താവ് നിങ്ങളുടെ കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു ഗലിലയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്നു. എന്നാൽ അവന്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി, പരസ്യമായല്ല രഹസ്യമായി.
ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു, ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു. എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരു പക്ഷേ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? ഇവൻ എവിടെ നിന്ന് വരണു എന്ന് നമുക്കറിയാം. എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. ദൈവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരണമെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവനാണ്. അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അവിടുത്തെ അറിയാം. എന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു. അവിടെ നിന്നാണ് എന്നെ അയച്ചത്. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ സമയം ഇനിയും വന്നിരുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. Praise the Lord. Hallelujah. 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 മറ്റൊരു ഈശോയേ, ഈശോയേ, ഈശോയേ. അടുത്തുള്ളവരുടെ കരം പിടിച്ച് പറയുക, ഹൃദയം നൊറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നൊറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നൊറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നിന്റെ കരങ്ങൾ നിന്റെ ഹൃദയഭാഗത്തിൽ തൊട്ടുകൊണ്ട് പറയുക, ഹൃദയം നൊറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നൊറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നൊറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. Praise the Lord. Hallelujah. 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 God bless you, many people. God bless you all. God bless you all. നല്ല ഒരു വചനമാണ്. ഹൃദയം നൊറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഇത് അനുഭവിച്ചറിയുന്ന വ്യക്തികൾക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തെ അറിയുന്ന വ്യക്തികൾക്ക് ഇത് അറിഞ്ഞുകൂടാ. ദൈവത്തെ അനുഭവിച്ചറിയുന്ന വ്യക്തികൾ മാത്രമേ ഈ വചനത്തിന്റെ അർത്ഥം, ഈ വചനത്തിന്റെ ആഴം, ഈ വചനത്തിന്റെ ബോധ്യം, മതബോധനം എല്ലാം മനസ്സിലാകും. അപ്പോ അറിയുന്ന വ്യക്തികൾക്ക് ഇത് മനപ്പാഠം ചെയ്യുന്നത്. ഹൃദയം നൊരുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സങ്കീർത്തനം 34 ഇത് നമുക്ക് ഇങ്ങനെയാണ് പറയുന്നത്. നാലെജാണ് അറിയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിനുടെ അർത്ഥം മനസ്സിലാവില്ല. അനുഭവിച്ചറിയണം. ആ വ്യക്തികൾക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഹൃദയം നൊരുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പ്രത്യേകം കർത്താവ് ഹൃദയം നൊരുങ്ങിയവർക്ക് സമീപസ്ഥനാണ്. ആത്മാവിൽ തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, പ്രത്യേകം ഈ വചനം ആശ്വസിക്കുന്ന വചനം മാത്രമല്ല, നമുക്ക് അനുഭൂതി കൃപയെ ലഭിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, പ്രത്യേകം നമ്മുടെ ഹൃദയത്തെ ശാന്തപ്പെടുത്തുന്ന, സമാധാനപ്പെടുത്തുന്ന ഒരു നല്ല ഒരു വചനഭാഗമാണ്. പ്രത്യേകം പുറമെ ചിരി, അകമേ ഉള്ളിൽ വേദന. நம்ம പുറമെ ചിരി, പക്ഷെ ഉള്ളിൽ നമ്മ നൊറുങ്ങിയ ഹൃദയമുള്ള വ്യക്തികളായിരിക്കും. പക്ഷെ പുറമെ ചിരിക്കും. കടബാധ, ആള് കണ്ട് നാത്തു വരും ചിരിക്കും, കൊച്ചച്ചൻ വരെ ചിരിക്കും, ചേട്ടൻ വരെ ചിരിക്കും. പക്ഷെ അകത്ത് ഇവന്റെ ഭാര്യ വഴി ഉണ്ടായ കടങ്ങൾ, ഭർത്താവ് വഴി ഉണ്ടായ കടങ്ങൾ, ആദ്യത്തെ മൗൽ വഴിയായിട്ട് ഉണ്ടായ കടങ്ങൾ, ആദ്യത്തെ മോൻ വഴിയായിട്ട് ഉണ്ടായ കടങ്ങൾ, വെള്ളടി, കള്ളുകുടി ഇതുവഴിയായിട്ട് ഉണ്ടായ കടങ്ങൾ, ഇതെല്ലാം ശരി മാറ്റി മരിക്കണമെന്ന് കടം മേടിച്ച് ഇങ്ങനെ ശരിയാക്കി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ കാരണകർത്താവായിട്ട് ഇരിക്കുന്നവൻ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, മകളായിരിക്കാം, മൂത്ത മകളായിരിക്കാം, അല്ലെങ്കിൽ മോനായിരിക്കാം, സ്വന്തങ്ങളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം. ഇങ്ങനെ പലതരത്തിൽപ്പെട്ട ഉള്ള വ്യക്തികൾ പലതരത്തിൽ നമ്മളെ പെടുത്തും, കുഴിയിൽ വീഴ്ത്തും. അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട് വരും. പക്ഷെ പുറമെ ശരി, നാത്തു നമ്മളെ സതിച്ച് പക്ഷെ ശരിക്കും അകമേ വേദനയാണ്. ഈവൽ
ഇവള് ഒറ്റ കാരണം ഇവൾ വഴി മാത്രമേ ഇവളായത് കൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടുപോയി. അങ്ങനെ ഇവ മാത്രമേ എനിക്ക് കാരണമാണ് എന്ന് അകമേ വേദന, പക്ഷെ പുറമേ ചിരി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഞാൻ സുഖമാണ് എന്ന് പറയും, പക്ഷെ അകമേ വേദനയാണ്. ഒരുപാട് വേദനയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ നിനക്ക് വേദന ഉണ്ടായിരിക്കാം. ഒന്ന് കടബാധായിരിക്കാം, ഇല്ലെങ്കിൽ വയറ്റിൽ മുഴയായിരിക്കാം, തലച്ചോറിൽ മുഴയായിരിക്കാം, കൈ വേദനയായിരിക്കാം, ഈ ഷോൾഡർ പെയിൻ ആയിരിക്കാം, നട്ടൽ പെയിൻ ആയിരിക്കാം, കാൽമുട്ട് വേദനയായിരിക്കാം, ഉപ്പുറ്റി വേദനയായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഓരോന്നും ഒരു വേദനയാണ്. അതിനാണ് ചിലപ്പോ പിശാചിക ബന്ധനമായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽപ്പെട്ട പല പ്രശ്നങ്ങളാണ്. അതെല്ലാം വേദനയായിരിക്കാം. പക്ഷെ പുറമേ ചിരിക്കും. പക്ഷെ അകമേ അത്രമാത്രം വേദനയായിരിക്കാം. എക്സാമിന് വേണ്ടി പഠിച്ചു, പക്ഷെ എന്നെ കൊണ്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥയായി. നാം 3 ക്വസ്റ്റിനെ വിട്ടുപോയി, 5 ക്വസ്റ്റിനെ വിട്ടുപോയി. വേദനയാണ്. പുറമേ മക്കളെ എഴുതിയാടാ, എഴുതി ഡാഡി, അങ്ങനെ ഒരു പുഞ്ചിരി. പക്ഷെ അകമേ വേദനയാണ്. എങ്ങനെ നല്ല എക്സാം പാസ്സായാ മതി, മാർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെട്ടാൽ മതി, അങ്ങനെ ഒരു പുഞ്ചേരി. പക്ഷെ അകത്ത് വേദനയാണ്. ഇങ്ങനെ പല രീതിക്ക് പല വേദനയാണ്. പക്ഷെ പറയുമ്പോ ഞാൻ സുഖമാണ് അങ്ങനെ പറയും. പക്ഷെ അകമേ ഒത്തിരി വേദനയാണ്. അപ്പൊ മനുഷ്യൻ പുറമേ കാണുന്നു, ദൈവം ഹൃദയം കാണുന്നു. 1 സാമുവേൽ 16:7. മനുഷ്യൻ പുറമേ കാണുന്നു. പുറമേ നമ്മളെല്ലാം കാണുന്ന വ്യക്തികളാണ്. പക്ഷെ ദൈവം മാത്രമേ, ഈശോ മാത്രമേ, ക്രിസ്തു രാജ മാത്രമേ അകമേ കാണുന്ന ഒരു ദൈവമാണ്. നമ്മൾ പുറമേ കാണുമ്പോൾ എല്ലാം സൂപ്പറാണ്. പക്ഷെ അകമേ കാണുന്ന ഒറ്റ വ്യക്തി മാത്രമേ നിന്നെയും അറിയാം, നിന്റെ ഹൃദയത്തെയും അറിയാം, നിന്റെ വേദന അറിയാം, നിന്റെ ദുഃഖങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ എല്ലാം അറിയുന്ന ഒരുത്തൻ ഇവനാണ്, ക്രിസ്തു രാജാവാണ്. പക്ഷേ എത്രമാത്രം ആത്മാർത്ഥ ബന്ധം ഉണ്ടെങ്കിലും ശരി, എത്രമാത്രം സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിലും ശരി, എത്രമാത്രം അമ്മയ്ക്കും മകനുക്കും ഉള്ള ആത്മാർത്ഥ ബന്ധം, പപ്പയ്ക്കും മകനുക്കും ഉള്ള ആത്മാർത്ഥ ബന്ധം, സുഹൃത്തുക്കും ഉള്ള ആത്മാർത്ഥ ബന്ധം എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ there is one place that is called dark place, dark കാലം. ആ കാലത്തില് നിനക്കും ദൈവത്തിനും മാത്രമേ ഉള്ളൂ. ആ കാലത്തില് വേറെ ആർക്കും അറിഞ്ഞുകൂടാ. അത് യേശുക്ക് മാത്രമേ ഉള്ളൂ, ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അവിടെ ഉള്ള കാര്യങ്ങൾ എല്ലാം ഇവനക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഇവന്റെ നമ്മൾ സമീപിക്കണം, ഹൃദയം തുറക്കണം. അത് നല്ലൊരു വചനമാണ്. ഹൃദയം ഒരുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത വേദന പോലും ദൈവത്തിന് വ്യക്തമാണ്. അപ്പൊ കർമ്മടിച്ച് പറയാം, തൊട്ടുള്ള ആൾക്കാർ കർമ്മടിച്ച്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത വേദന പോലും ദൈവത്തിന് വ്യക്തമാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത വേദന പോലും ദൈവത്തിന് വ്യക്തമാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത വേദന പോലും ദൈവത്തിന് വ്യക്തമാണ്. അപ്പോ രണ്ടാമത്തെ കാര്യം, നമ്മ വിട്ടുപോകുന്നവർ ഒരുപാട് ഉണ്ടാകാം. നമ്മള് ഉപേക്ഷിക്കുന്നവർ, വിട്ടുപോകുന്നവർ. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് ഒരുപാട് ഡിവോഴ്സ്. പ്രത്യേകം ഈ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് ഡിവോഴ്സ് ചോദിക്കുന്നു. 7 വർഷം, 9 വർഷം, 5 വർഷം, 3 വർഷം ഇങ്ങനെ മാഞ്ചി ചാടി സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവസാനം ഒരു അതിര് വരുമ്പോ ഡിവോഴ്സ്. തമിഴ് നല്ല ഒരു വാക്യമുണ്ട്, ഒരു സെന്റൻസ്. കല്യാണത്തിന് മുൻപ് കാതൽ, കല്യാണത്തിന് പിൻപ് സാദൽ. അത് സൂപ്പറാ இருக்கும். തമിഴിൽ പറയുമ്പോ അത് നല്ല സൂപ്പറാ இருக்கும். കല്യാണത്തിന് മുൻപ് കാതൽ സ്നേഹം. കല്യാണത്തിന് പിൻപ് ഇടി, അതാ സാദൽ. കല്യാണത്തിന് മുൻപ് കാതൽ, ഉയരേ. കല്യാണത്തിന് പിൻപ് വേറെ പേരും ഉണ്ട്, അത് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. കല്യാണത്തിന് ശേഷം സാദൽ, അടിയും ഓട്ടക്കും ഇത്. പക്ഷേ മുൻപ് എല്ലാം സ്വീറ്റ് ആയിരിക്കും, പിൻപ് എല്ലാം കയ്പായിരിക്കും. അതാ ഇവിടെ. അപ്പോ നമ്മ വിട്ടുപോകുന്നവർ ഒരുപാട് ഉണ്ടാകാം.
അത് നിന്റെ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, ചേട്ടനായിരിക്കാം, ചേച്ചിയായിരിക്കാം, അനുജത്തിയായിരിക്കാം, അനുജനായിരിക്കാം, നാത്തുവായിരിക്കാം, കുച്ചച്ചനായിരിക്കാം, കുഞ്ഞ് അമ്മയായിരിക്കാം, വലിയ അമ്മയായിരിക്കാം, അപ്പപ്പനായിരിക്കാം, മുത്തച്ഛനായിരിക്കാം, മുത്തച്ഛനായിരിക്കാം. യാറായിരുന്നാലും വിട്ടുപോകുന്ന ഒരു അവസരം ഉണ്ടാകും. ഇത് സത്യമാണ്, സാധ്യമാണ്, സത്യം കൂടെ സത്യം കൂടെ. ഇത് യഥാർത്ഥത്തിൽ ജീവിത സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്ന അനുഭവിക്കുന്ന യഥാർത്ഥങ്ങളാണ് ഈ യഥാർത്ഥങ്ങൾ, ഈ ജീവിത ശൈലികൾ, പാഠങ്ങൾ. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്ന, കണ്ടുമുട്ടുന്ന, കേൾക്കുന്ന പാഠങ്ങളാണ്. അപ്പോ നമ്മളെ വിട്ടുപോകുന്നവർ ഉണ്ടാകും. പക്ഷേ ദൈവം ഒരിക്കലും വിട്ടുപോകില്ല മക്കളെ. അതാ സത്യം. നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, അവസാനം കൂടെ നിൽക്കും. ഒരു അതിര് വരുമ്പോ വിട്ടുപോകും. അപ്പൊ നിന്റെ ഹൃദയം തകർന്നു പോകും. അതാ ഹൃദയം നുറുങ്ങിയ ഒരു കർത്താവ് സമീപത്താണ്. ചുക്കുനൂറായിട്ട് പീസായിട്ട് നിന്റെ ഹൃദയം പോകും. ഒരുപാട് വിശ്വസിച്ച് പറ്റിപ്പോയി. അപ്പൊ ഹൃദയം നുറുങ്ങുമ്പോ ഒറ്റ വ്യക്തിയെ ഉള്ളു, ദൈവം മാത്രമേ ഉള്ളു. ഇവൻ ബന്ധം വേറെ, നിങ്ങളുടെ സ്വന്തങ്ങൾ ബന്ധം വേറെ. എത്രമാത്രം കൂടെ നിൽക്കും? മരിക്കുന്നവരേ ഉള്ളു. അതിനെ കടന്ന് കൂടെ നിൽക്കണം ഇവൻ. അതാ സത്യമാണ്. അതിനെ കടന്ന് കൂടെ നിൽക്കുന്ന ഇവൻ. മരിക്കുന്നവരെ പപ്പ ഉണ്ടായിരിക്കാം, നീ മരിക്കുന്നവരല്ല, അതുക്ക് മുന്നേ പപ്പ മരിച്ചു പോകും. ഇത് നീതി. ഏன்னா அவனுக்கு வயசாയി, அவன் முன்னமே மறிச்சு போகும். அப்ப நீ மறிக்கிறவரை பப்பா உண்டாகத்தில்ல, அதுக்கு முன்பே விசா மேடிச்சே பற்று. என்ன துரிச்சு நோக்கல, விசா மேடிச்சே பற்றுள்ளு. சைனி என்ன துரிச்சு நோக்குவாங்க, என்னடா பற்றுள்ள. இப்ப நாம என் அணிஞ்சிட்ட மக்கள்லாம் அப்போ அவன் மறிக்கிற வரைக்கும் நான் ஜீவனோடு இருக்கு, நாம ஆகரிക്കാൻ பாடில்லை. எனக்கு வயசாகி அவன் இப்பதான் 8ஆம் கிளாஸ் 7ஆம் கிளாஸ் படிக்குவான். அவன் வளர்ந்து வரும்போது அவன் சிலப்போ 12th காலேஜ் படிக்கும்போ அப்பப்பனா இருக்கும், மறிச்சு போவோம். டபா டுபான்னு காட்டுடாக்கோ மறிச்சு போவோம். இல்லைன்னா நெக்ஸான் வண்டி ஓட்டிக்கணும், போய் வண்டி ஓட்டிக்க எங்கேயாவது கூட்டிடிக்கும் மறிச்சு போவோம். அந்த ஸ்பாட்ல மர்காயா, ஹிந்தி வாக்கு மர்கயா, பட்டணம் விசா மேடிச்சு போவோம். அவனை பண்ணலாம். அப்போ விட்டு போவோம். இது உറപ്പാണ്. ദൈവം കൂടെ ഉണ്ട്. ദൈവം കൂടെ ഉണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ദൈവം കൂടെ ഉണ്ട്. யாரு தான் നിന്നെ വിട്ടു ഉപേക്ഷിച്ചാലും വിട്ടുപോയാലും ദൈവം ഒരിക്കലും വിടുകയില്ല. അപ്പൊ അടുത്തുള്ള ആൾക്കാരെ കരം പിടിച്ചു വരും. നമ്മെ വിട്ടുപോകുന്നവർ ഉണ്ടാകാം, നമ്മെ വിട്ടുപോകുന്നവർ ഉണ്ടാകാം. പക്ഷേ ദൈവം ഒരിക്കലും വിടുകയില്ല. ദൈവം ഒരിക്കലും നിന്നെ വിടുകയില്ല. ദൈവം ഒരിക്കലും നിന്നെ വിടുകയില്ല. ഇതാണ് ദൈവം. അപ്പൊ എന്റെ പിതാവും മാതാവും, പ്രത്യേകം നിന്റെ പിതാവും മാതാവും നിന്നെ വിട്ടുപോയാലും കർത്താവിന് അറിയപ്പെടുന്ന ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകില്ല. സങ്കീർത്തനങ്ങൾ 27:10. അപ്പൊ മനുഷ്യർ വിടുമ്പോഴെല്ലാം ദൈവം ചേർത്ത് പിടിക്കും. അപ്പൊ കർമ്മിടിച്ച് പറ, മനുഷ്യർ വിടുമ്പോഴെല്ലാം ദൈവം എന്നെ ചേർത്ത് പിടിക്കും. ഞാൻ ഇപ്പൊ ഈ ദിവസങ്ങളില് ഒരുപാട് സ്ഥലങ്ങളിൽ ധ്യാനം കൊടുക്കാൻ പോയി. അപ്പൊ പോകുമ്പോ ബൈപ്പാസ് റോഡ് തിരിച്ചു വരുമ്പോ ഒരു ബുദ്ധിമുട്ടില്ല. പോകുമ്പോ ഏത് ഇടവയ്ക്കുന്ന ഇതുപോലെ ധ്യാനം കൊടുക്കുന്ന സമയങ്ങളിൽ ആ സ്ഥലത്ത് ഓർത്ത്, ആ മക്കളെ ഓർത്ത് എന്നെ കൂടെ പാദവിച്ചാൽ പ്രാർത്ഥിച്ചു. വലിയ ഇടവകയാണ്. 3500 കുടുംബങ്ങളുണ്ട്. 3500. അപ്പൊ ഒരു കുടുംബത്തിൽ 2 പേർ വെച്ചാലും 6000-7000 പേര് വരും. ஒரு குடும்பத்தை 2 பேர் வச்சாலும் 7000 பேர் வரும். വലിയ ഇടവകയാണ്. മിനി വാറ്റിക്കൻ എന്ന് അറിയപ്പെടുന്ന ഇടവകയാണ്. 3500 കുടുംബങ്ങൾ. ആ കുടുംബങ്ങളില് എല്ലാം ചിത്തവിളിക്കണം. ഞാൻ ഇവിടെ ഒരുപാട് ധ്യാനം ബുക്ക് ചെയ്ത അന്ന് മുതൽ ഞാൻ ആ ഇടവകയെ ഈ പാദപൂജയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അന്ന് പോകുമ്പോ ബൈപാസ് റോഡില് എനിക്ക് മുൻപ് ഒരു லாரி കമந்து ഈ അണ്ണാൻ എലി കേറുന്ന പോലെ ഡ്രൈവർ 4 വീലും മുകളിൽ ഉണ്ട്. ഇവൻ പിടിച്ചിങ്ങനെ കേറി വരുവാൻ. ഞാൻ ബാക്കിയും ലോകായിട്ടത് നന്നായി. പോകുന്ന വരണ എല്ലാം ചിത്തവിളി. ഭയങ്കര നീ എന്നടാ ഉറങ്ങി പോയി, ഇതിലെ കേറി ഇങ്ങനെ കമന്റ് ആണ്. കഷ്ടപ്പെട്ട് കേറി വരുവാ. എന്റെ കാറ് അടുത്ത് നിർത്താ. എപ്പോ സഹായിക്കുമ്പോ നോക്കിയെ സഹായിക്കണം, ഇല്ലെങ്കിൽ നമ്മ അബദ്ധം പറ്റി പോകും. ഞാൻ അതുകൊണ്ട് കുറച്ച് ദൂരെ പോയി നിർത്തിട്ട് ഞാൻ ലോകായോടെ ഇറങ്ങി വന്നു ഞാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി. ആണോ പോകുമ്പോതേ അവൻ കഷ്ടപ്പെട്ട് കേറി വരുവാ. அப்ப ஒரு ஆளை சீத்த விழிச்சு கொண்டிருக்குவான். ஏன்னா அவன் அந்த லாரி
കൂട്ടിയിടിക്കാൻ പോകുന്ന സമയം അവൻ പേടിച്ച് ഒരു കാലം വേറെ സ്ഥലത്ത് പോയി കൂട്ടിമുട്ടി ഇന്നൊരു ഭാര്യ ഭർത്താവ് ഇങ്ങനെ ഓടി താഴെ വീഴുന്നത് ആ ഭാര്യ ഭർത്താവ് എണിച്ച് ചീത്ത വിളിയണം ഞാൻ ലോകത്തിൽ കേട്ടിട്ടേ ഇല്ല. ചീത്ത വിളി കൂടുതലുള്ള ലാംഗ്വേജ് മലയാളം, പക്ഷെ മുഴുത്ത ചീത്ത വിളി തമിഴ്. ചീത്ത വിളി കുറവ്, പക്ഷെ ഒരു ചീത്ത വിളി വിളിച്ചാലും അത് ഭയങ്കര മുഴുത്ത ചീത്തയാണ്. അപ്പൊ അന്നதான் എനിക്ക് മനസ്സിലായി ഈ ഇവിടെ ചിത്ത ഇവിടെ 4 അക്ഷരമുണ്ട് കൂടുതൽ, കാക്ക കാക്ക. അപ്പൊ ചിത്തവിളി ഇവിടെ കൂടുതൽ. അവിടെ ഒരു കായ ഉള്ളു, അത് ഒരു കായും 4 ചിത്തവിളിയും വിഴുങ്ങും. അങ്ങനെ ചിത്തവിളി ഇങ്ങനെ അവിടെ പതുക്കെ എന്റെ കാർ അപ്പുറത്ത് നിർത്തിട്ട് അവിടെ പതുക്കെ ഇറങ്ങുന്നില്ലല്ലോ. സാമ്യാർ തമിഴ് സാമ്യാർ കീമ്യാതെയാ വണ്ണൂർ ചിത്തവിളി അവൻ എന്നല്ല അവനെ ചിത്ത വിളിക്കുന്നത്. എന്നിട്ട് സഹോദര അവൻ പാവം, അവനെ ഫസ്റ്റ് நம்ம സഹായിക്കാം, പിന്നെ ചീത്ത വിളിക്കുക അവന് ചീത്ത വിളിക്കുക. അപ്പൊ ചീത്ത വിളിക്കല്ലേ, പിതാവിന്റെ പുത്രന്റെ അവൻ നമ്മളെ ചീത്ത വിളിക്കും. അതുകൊണ്ട് അവനെ ഫസ്റ്റ് സഹായിക്കുക. നമുക്കിത് അബദ്ധം പറ്റുമ്പോ നമുക്ക് ഇങ്ങനെ വരുമല്ലോ, ദൈവം അവനെ ആദ്യം സഹായിക്കാം. അവൻ കിള്ളിനൊരു താഴെ ഇങ്ങനെ മടങ്ങി ഇങ്ങനെ പെട്ടുപോയി. ഡ്രൈവർ രക്ഷപ്പെട്ട് ഇങ്ങനെ കയറി വരുവാ. കയറി വന്ന് ഇപ്പം അവനെ പിടിച്ച് ഇറക്കി വിട്ടിട്ട് അടുത്ത എല്ലാ ലോഡും കമഴ്ന്ന് എല്ലാം ഓപ്പണായി എല്ലാം അത് പൊരിക്കി എടുക്കാൻ നമുക്ക് സമയമില്ല. ഇപ്പൊ എന്റെ ധ്യാനം നഷ്ടപ്പെടും. പക്ഷേ അതുക്കുള്ള പോലീസ് വന്നു, ആംബുലൻസ് വന്നു. അതില് കുറച്ച് ആൾക്കാർ ഈ സാധനത്തെ എടുത്തിട്ട് ഓടുവാ. എന്റെ കർത്താവ്, ഏത് ലോകം എവിടെ നമ്മ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതില് അതേ ഭാര്യ ഭർത്താവുക്ക് കുറച്ച് അപകടം പറ്റിയ ഭാര്യ ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ 1.25 lakhs ഒരു പൗന് പിടിച്ച് ഒറ്റ വലി വലിച്ചിട്ട് പോകും. ഇതെല്ലാം ഞാൻ അങ്ങനെ ചിന്തിക്കുവാൻ. ബാക്കി അവൻ കൂടെ யாரும் லேடிஸ் வந்துട്ടില്ല. ഇവനെ കൂട്ടിയിടിച്ച് ഭാര്യ ഭർത്താവ് ബൈക്കില് സ്വർണ്ണം ഇട്ടിട്ടില്ല. ഇതെല്ലാം ഇല്ലാതെ കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ചാപ്പു ചൂപ്പു അടുത്തിട്ട് ഓടും, ഇങ്ങനെ ഓടും. കാരണം വെറുതെ രക്ഷിട്ടിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടേ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം. അവിടെ പോയ എൻട്രൻസ് തുടങ്ങി വലിയ പേരൂരാட்சி அப்படின்னா വലിയ ടൗൺ സിറ്റി. ആ ഇടക പോകുന്ന തുടക്കത്തിലേന്ത് എല്ലാ ചിത്തവലി കശുവണ്ടി മാവ് ഉണ്ട്. അവിടെ കശുമാവ് തോപ്പ് ഉണ്ട്. അവൻ മൊത്തം പകലില് ഇത് அந்த காஷ்யூநட் அதை மாத்திரம் கள்ளமரம் நோக்கு. அந்த ஃப்ரூட்ஸ் உண்டு, ஃப்ரூட்ஸ் அப்படி தூங்கி நிற்குவான். அதை மாத்திரம் திருவி கஷ்யூநட் எடுத்து கிளம்பு. மொத்தம் வந்து அதை கண்டு ஏன்னா ஒரு சித்தவலி ஏன்னா நீ மோஷ்டிக்கணும் அந்த சித்தவலி. தொடக்கம் முதல் அவசானம் வரைக்கும் பள்ளியில கேறின வரைக்கும் சித்தவலி. அப்போ நான் இவட கண்டுமுட்டியது அனுபவிச்சது சத்தியமான ചിത്തവിളി. അപ്പോ இதுதான் அந்த ഇടയിல സംഭവിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡാക്ക് ഫുള്ള ചിത്തവിളിയാതാണ് ഫുള്ള. അച്ഛൻ പറഞ്ഞ് അച്ഛാ ഈ ഇടവകയില് യാരും നിക്കത്തില്ല. അച്ഛൻ 9 മണിക്ക് കൂടുതൽ ഒത്തിരി സംസാരിക്കല്ല, യാരും നിക്കൂല. അച്ഛൻ ദയവ് ചെയ്ത് 9 മണിക്കെല്ലാം എല്ലാം തീർത്തിരിക്കണം. ഓക്കെ അച്ഛാ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേ 9 മണിക്ക് തീർത്ത്. രണ്ടാമതിന്റെ അച്ഛാ അതേപോലെ തീർക്കണേ, 9 മണിക്ക് തീർക്കണേ. അച്ഛാ അച്ഛൻ പേടിക്കണ്ട, അച്ഛനക്ക് സമയം ഷോർട്ടേജ് ഉണ്ടാ, അച്ഛൻ വേണ മാറിയിരിക്കാം. പക്ഷെ ആൾക്കാർ നിൽക്കും. ഇല്ല അച്ഛാ എനിക്ക് ഞാൻ 5 വർഷമായിട്ട് ഇടവക വികാരിയാണ്, എനിക്കറിയാം. അത് അങ്ങനല്ല അച്ഛാ, മക്കൾ നിൽക്കും പറഞ്ഞു. രണ്ടാമത്തെ ഡേ 10 മണിയായി ഉണ്ടായിരുന്നു. തേർഡ് ഡേ தான் ബാധ ഒഴിപ്പിക്കുന്നത്. അച്ഛൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു അച്ഛാ കഞ്ചി കൊടുക്കണം, 3 ദിവസം കൊടുക്കണം. അച്ഛൻ 1 ദിവസം കൊടുക്കണുണ്ട്. ശരി അറ്റ്ലീസ്റ്റ് 1 ദിവസം കൊടുക്ക്. ലാസ്റ്റ് ഡേ കഞ്ചി കൊടുക്കണം. അത് 6,000-7,000 പേർക്കും കഞ്ചി കൊടുക്കണം. ഒത്തിരി കൂടുതൽ എല്ലാവർക്കും കഞ്ചി കൊടുക്കണം. അപ്പൊ അച്ഛൻ ഇങ്ങനെ നോക്കുക, ചെലവ് സമ്മതിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഡേ എല്ലാരും കൊണ്ടുപോവാ. അന്നதான் 2 മണിയായി നൈറ്റ്. 5 മണിക്ക് തുടങ്ങിയത് 2 മണി. അച്ഛാ நான் வந்துட்டு 5 வருஷம் ஆயி இதுவரை 9 മണി വരെ யாரும் இருந்து 9 மணி ശേഷം யாரும் ഇവിടെ ഇരുന്നിട്ടേ ഇല്ല. എല്ലാം എണിച്ചു പോകും. എന്നதான் 2 മണി വരെ ആൾക്കാർ ഇരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ജെൻസ് എല്ലാം ഇവിടെ നിക്കേ ഇല്ല. പക്ഷെ അവங்கெல்லாம் இருந்தது ஃபர்ஸ்ட் டைம் இந்த ஹிஸ்டரி ஆஃப் வரதராஜன்பேட்டை
ഈ ടൗൺ പാരീഷിലെ ആൾ പറഞ്ഞു. നിൽക്കും ആ മനുഷ്യനുക്ക് ഉണ്ടായ വേദനകളെയും കഷ്ടപ്പാടുകളെയും വിഷമങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ധ്യാനം സമർപ്പിച്ചുകൊണ്ട് ആ ടീം അംഗങ്ങളോട് മധ്യസ്ഥ കുറിപ്പോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് എന്ത് കൊമ്പനായാലും ശരി കൊമ്പിയാലും ശരി ദൈവം അവനെ ഇരുത്തി. അതാ ദൈവം. അപ്പോ പ്രത്യേകം നമ്മെ വിട്ടുപോകുന്നവർ ഇതുപോലെ വിട്ടുപോകും, அவங்க നിക്കത്തില്ല എന്ന് പറയാം. പക്ഷെ ദൈവം നിർത്തിപ്പിക്കും. അപ്പോ മാതാപിതാവും നിന്നെ വിട്ടുപോയാലും ദൈവം കർത്താവായ ദൈവം നിന്നെ ഒരിക്കലും നിന്നെ വിടൂല. മനുഷ്യൻ വിട്ടുപോയാലും ദൈവം ചേർത്ത് പിടിക്കും. അത് ഉറപ്പാണ്. മൂന്നാമത്തെ കാര്യം, തകർന്ന ഹൃദയം ദൈവത്തിന് പ്രിയമാണ്. കൈപിടിച്ച് പറ, തൊട്ടടുത്ത്. തകർന്ന ഹൃദയം ദൈവത്തിന് പ്രിയമാണ്. തകർന്ന ഹൃദയം ദൈവത്തിന് പ്രിയമാണ്. തകർന്ന ഹൃദയം ദൈവത്തിന് പ്രിയമാണ്. തകർന്ന ഹൃദയം ദൈവത്തിന് പ്രിയമാണ്. നിന്റെ ഹൃദയത്തിൽ വെച്ച് പറ, തകർന്ന ഹൃദയം ദൈവത്തിന് പ്രിയമാണ്. തകർന്ന ഹൃദയം ദൈവത്തിന് പ്രിയമാണ്. ദൈവത്തിനുള്ള യാഗങ്ങൾ, തകർന്ന ആത്മാവ്, തകർന്നു പോയ നിമിഷങ്ങൾ, പ്രശ്നങ്ങൾ, ഇത് ഏതായാലും വിനയമുള്ള ഹൃദയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ചേർത്ത് പിടിക്കും. അപ്പോ നമ്മുടെ ദുർബലത ദൈവത്തോട് അടുത്തിടാനുള്ള വഴിയാണ് ഇതുപോലെ സാഹചര്യങ്ങൾ. തകർന്ന നൊറുങ്ങിയ ഹൃദയമുണ്ടെങ്കിൽ അത് ദൈവത്തിന് സമർപ്പിക്കുക. തീർച്ചയായിട്ടും ദൈവം അത് ആശീർവാദമായിട്ട് അഭിഷേകമായിട്ട് നമുക്ക് മാറ്റിത്തരും. ദൈവം നമ്മുടെ മുറിവുകളെ പറ്റി സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മുടെ മുറിവുകളെ സുഖപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ വഴിയായിട്ട് നമുക്ക് മുറിവുകൾ ഉണ്ടായിരിക്കാം. പ്രത്യേകം അന്ന് ധ്യാനം കഴിഞ്ഞിട്ട് ഒരു കപ്പിൾസ് വന്ന് സംസാരിച്ച്, കല്യാണം കഴിച്ച ആ ദിവസം മുതൽ എപ്പോഴെല്ലാം എൻ്റെ മമ്മി എന്നെ കാണുവോ നിനക്ക് കുഞ്ഞേ ഉണ്ടാവത്തില്ല, നീ നാശമാ നശിച്ചു പോകും. കുഞ്ഞുണ്ടില്ല. 17 വർഷം ഡോക്ടറുടെ പോയാ പക്ക, ഭർത്താവുക്കും പക്ക, ഭാര്യക്കും പക്ക. പക്ഷെ 17 വർഷമായിട്ട് ഈ അമ്മ ശപിച്ചിട്ടുണ്ട് ഈ മോളെ. എന്തുകൊണ്ടറിയോ? സ്നേഹിച്ചു ഓടിയത്. 17 വർഷമായിട്ട് സ്നേഹിച്ചു ഓടിയത്. 17 വർഷമായിട്ട് കാണുമ്പോഴെല്ലാം ശപിക്കാം, നിനക്ക് കുഞ്ഞു ഉണ്ടായിട്ടില്ല. തലയ്ക്ക് പിടിക്കുമ്പോൾ മനസ്സിലായി ഈ അമ്മ ശപിച്ചിട്ടുണ്ട്. പിന്നെ ആ തള്ളയും ഇവളിയും കുമ്പസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വരും ഇവിടെ, സമയമെടുക്കും. കോട്ടയത്തില് 3 മാസം എടുത്ത് 2 മാസം എടുത്ത് ജോസഫുടെ അപ്പൻ കുമ്പസാരിച്ച് മോവൻ ജോസഫ് 38 വയസ്സില് സംസാരിച്ച് അവിടെ കോട്ടയത്തില് പാല ഇവിടെ വന്ന് 1.25 മണിക്കൂർ കുമ്പസാരിച്ച് അവന്റെ മോവൻ ജോസഫ് സംസാരിച്ച് അതേപോലെ ഈ തള്ള സംസാരിക്കണം, ആ മൗളം ഇത് കുമ്പസാരിച്ചാൽ ഈ ബന്ധനം മാറും, അവൾക്ക് കുഞ്ഞു കിട്ടും. ഇങ്ങനെ ശപിക്കാനുള്ള ഒരു നാവ് ഉണ്ടെങ്കിൽ അത് വെട്ടിക്കള മുറിച്ചുകള. അത് ഏത് അമ്മയായാലും ശരി, ഏത് അപ്പനായാലും ശരി, മക്കളെ ശപിക്കുന്ന നാവ് ഉണ്ടെങ്കിൽ അത് മുറിച്ചുകള, വെട്ടിക്കളഞ്ഞേക്കും. അങ്ങനെ 17 വർഷമാ കാണുമ്പോഴെല്ലാം ശപിക്കുന്നത് കൊണ്ട് ആ പാവവും ആ പെൺകുട്ടിക്ക് കുഞ്ഞില്ല. അവസാനം ദൈവം വെളിപ്പെടുത്തിയത് തള്ളതാൻ കാരണം ശപിച്ചത്. അതുപോലെ ഒരിക്കലും ഇതുപോലെ ബുദ്ധിമുട്ട് വരുമ്പോൾ ശപിക്കല്ലേ, ഒരിക്കലും ശപിക്കാൻ പാടില്ല. അടുത്തത്, ദൈവം നമ്മുടെ ഉള്ളിലെ മുറിവുകൾ പോലും സുഖപ്പെടുത്തുന്നു. അവിടുത്തെ അതുകൊണ്ട് ഭയപ്പെടേണ്ട, ദൈവം കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. ഇപ്പൊ കരം പിടിച്ച് പറ, അതുകൊണ്ട് ഭയപ്പെടേണ്ട, ദൈവം കൂടെ ഉണ്ട്. ഭയപ്പെടേണ്ട, ദൈവം കൂടെ ഉണ്ട്. ഭയപ്പെടേണ്ട, ദൈവം കൂടെ ഉണ്ട്. ഇതൊക്കെ ബെസ്റ്റ് ഉദാഹരണം ഈശോയാണ്. യേശുവും വേദന അനുഭവിച്ചു. ശരിയാണോ തെറ്റാണോ? യേശുവും ഈ സമയങ്ങളിലാണ് ബെസ്റ്റ് സമയം, ഈ ദിവസകാലം. യേശുവും വേദന അനുഭവിച്ചു. ബെസ്റ്റ് സമയമാണ്, ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവ. ബെസ്റ്റ് എക്സാമ്പിൾ. യേശുവും വേദന അനുഭവിച്ചു. അപ്പൊ
നമ്മൾ രണ്ടുപേരും വേദന അനുഭവിക്കണം. നീங்களும் വേദന, നാമ വേദന അനുഭവിക്കണം. കുടുംബത്തിലെ ഭാര്യ ഭർത്താവ് വേദന അനുഭവിക്കണം. മക്കള് വേദന അനുഭവിക്കണം. പഠിക്കുന്ന വേദന അനുഭവിക്കണം. ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പനെ ഒത്തിരി കാര്യമില്ല, മമ്മിയെ ഒത്തിരി കാര്യമില്ല. അയ്യോ മേത്ത പഠിച്ച് ഭയങ്കര പാടച്ചാ, അങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ടും കാര്യമില്ല, കരഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ പഠിക്കണം. അങ്ങനെ മുன்னாடி ഇരുന്നിട്ട് ചില എക്സാം നന്നായിട്ട് എഴുതിട്ടില്ല, അതുകൊണ്ട് തല ആട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് മുന്നേ പഠിക്കണം. വീണ്ടും അപ്പം പറഞ്ഞിട്ടുണ്ട് പടി മക്കളെ. അപ്പൊ ഇങ്ങനെ വായി നോക്കി കൊണ്ടിരുന്നിട്ട് ഇപ്പൊ അവസാനം വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ വിട്ട് 2 ക്വസ്റ്റ്യൻ വിട്ടിട്ട് അങ്ങനെ ശരിയാവില്ല. അപ്പൊ യേശുവും വേദന അനുഭവിച്ചവനാണ്. അപ്പോ യോഹന്നാൻ 11:35 യേശു ആ വേദനയെ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. വേദന അനുഭവിച്ച് കരഞ്ഞു. ഗെത്സമനി സ്ഥലത്തിൽ പോയിട്ട് കരഞ്ഞിട്ടുണ്ട് ഈശോ. അതേപോലെ നമ്മളും ചിലപ്പം മറலாம் വീട്ടിൽ പോയിട്ട് ഭാര്യക്ക് അറിയാതെ തന്നെ, മക്കൾക്ക് അറിയാതെ തന്നെ ബാത്റൂമിൽ പോയി കരഞ്ഞിട്ട് വരും, പോയി മുഖം കഴിട്ട് വരും. ഭാര്യ പതുക്കെ കണ്ടെത്തും, പക്ഷേ ഇവ ചിരിച്ച് പൂശി എന്നെ ഇല്ല அப்படின்ட்டு വരും. അത് പൊടി അടിച്ചു പോയി കണ്ണില്ല, അവന് കള്ളം പറയും ഭർത്താക്കന്മാര്. പക്ഷേ ഭാര്യ കണ്ടെത്തും, കരഞ്ഞിട്ട് പറഞ്ഞത് കണ്ടെത്തും. അങ്ങനെ ഈശോയും കരഞ്ഞു. അപ്പൊ നമ്മളും കരയേണ്ടി വരും. ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി. അങ്ങനെ ഇനി ഏത് സമയം നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായാലും, അടയാളം ഉണ്ടായാലും, ഹൃദയം നൊറുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായാലും, അപ്പൊ ദൈവം കൂടെ ഉണ്ട്. കർത്താവ് സമയത്താണ്. ഇപ്പൊ തൊട്ടടുത്തുള്ള ആൾക്കാർ കരം പിടിച്ച് പറയാം, ഹൃദയം നൊറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നൊറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നൊറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ ശ്രദ്ധമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളണേ. സങ്കീർത്തനം 47 God bless you, God bless you, God bless you, God bless you all. ഈശോയെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. പകർന്നിടാം പീലാസയിൽ എന്നുള്ളതും സ്നേഹമോടെ സഹോദരരെയും നിങ്ങളുടെയും വലിയ സർവ്വശക്തനായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവ്വശക്തനായ ദൈവമേ, സമർപ്പിക്കപ്പെട്ട ഈ ബലിയുടെ കാഴ്ച ദിവസത്ത് ഞങ്ങളുടെ ബലഹീനതയെ എല്ലാ തിന്മകളിൽ നിന്ന് നിരന്തരം ശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ കനിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തുവിൽ
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് ഞങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ പ്രകാശിപ്പിക്കാം. കർത്താവ് പരിശുദ്ധനായ പിതാവ് സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്കും ഇപ്പോഴും കഴിക്കും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. ശാരീരിക ഉപവാസത്താൽ അങ്ങ് ദുർഗുണങ്ങൾ അമർത്തുകയും മനസ്സ് ഉയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി മാലാഖമാർ അങ്ങേ പ്രാവ് വാഴ്ത്തുകയും അധ്യക്ഷന്മാർ ആരാധിക്കുകയും അധികാരിമാർ ഭയഭക്തിയോട് നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശാക്തികന്മാരും ധനിയരായ ഭക്തി ജ്വാലകന്മാരും ആഹ്ലാദ ഭരിതരായി ഒന്നിച്ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ എളിയൊരു സ്വരം ചേരാൻ അനുവദിക്കുന്ന അപേക്ഷിച്ചുകൊണ്ടും ഞങ്ങളും താഴ്മയോടെ പ്രകീർത്തിക്കുന്നു. സർവസുലഭമായ സത്യമായ പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ ആത്മാത്മജനം പോലെ ഈ കാണിക്കകൾ ഗാത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവായ ശരീരവും നിറപ്പവുമായി തീർമാറാകട്ടെ. അപ്പിടുന്ന് ഒറ്റ കൊടുക്കപ്പെട്ട സമ്മനസ്ഥലപ്പെട്ടെങ്കിൽ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കിരഞ്ഞവരെ ആശ്രയിച്ചെന്നൊരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവർ ചെയ്തു, എല്ലാവരും ഇതിലിരുന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നതാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്നു എന്റെ ശരീരം ആക്കുന്നു. പാനപാത്രം എടുത്തു വീണ്ടും മുമ്പേക്ക് കിടന്നിട്ട് ആശ്രയിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവർ ചെയ്തു, എല്ലാവരും വാങ്ങിയതിൽ എണ്ണ കുടിക്കും. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനെടുക്കും. എന്റെ രക്തത്തിന്റെ അതിന്റെ സനാതനമായ ഉടമ്പടി പാനപാത്രമാണ് ഇത്. നിങ്ങൾ എന്റെ ഓർമ്മ കാണാൻ ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിയോടുത്ത മരണവീർഭം ഓർത്തുകൊണ്ടാക്കി തിരുമുമ്പിൽ നിൽക്കുന്നതിന് നമ്മയ്ക്ക് പരിചരിക്കുന്നതിന് മരക്കനാക്കി തീർത്തതിന് ഞാൻ എന്ത് പറഞ്ഞുകൊണ്ട് ചെവിന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലെ രക്തത്തിലെ ഭാഗിച്ചാണ് പരിശുദ്ധാത്മാൽ ഉടനാചരിക്കണമിന് താഴ്മകളെ അപേക്ഷിക്കണം. കർത്താവ് ലോകമെങ്കിലും വ്യാപിച്ചു കിടക്കുന്ന സഭ ഓർക്കണമേ. പാപ്പയോടും സെൽവരാജന്മത്തിനോട് വൈദിക ഗണത്തോടും സഭയങ്ക സ്നേഹത്തിന് വിളിത്തേക്കണമേ. ഈ ലോകത്തിലങ്ങ് പക്കളിക്ക് വിളിച്ചെങ്കിൽ ദാസും പ്രത്യേകം ചെല്ലപ്പൻ, കുഞ്ഞുമോൻ, നസമനി, രവീന്ദ്രൻ, സുരേന്ദ്രൻ, സുരേന്ദ്രൻ,
ആത്മക്കളെ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഫ്ലോറമ്മ ആത്മക്കളെ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. വിമല ബെർണാഡ് ആത്മക്കളെ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. രത്നമ്മ, ലൂയിസ്, സുകുമാരൻ, ജോസഫ്, മെർസി, ആനന്ദ് ആത്മക്കളെ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കിട്ടു ആത്മക്കളെ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. തൂങ്ങി വെച്ച ആത്മാക്കളെയും ആത്മാവിട്ട് മരിച്ചുപോയ ആത്മാക്കളെയും ശുദ്ധീകരണ സംബന്ധിച്ച ആത്മാക്കളെ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് പുത്രന്റെ മനത്തിൽ സത്യമാണ് ഉണ്ണാത്ത ഉദ്ധാനത്തിൽ ഉണ്ടാക്കണമേ. തീർപ്പിന്റെ പ്രത്യാശകൾ ഞങ്ങൾ സഹോദരങ്ങളും ഇങ്ങ് കാരണത്തിൽ മറമടിച്ച സകലരും ഓർക്കുകയും ഈ മുഖത്തിന്റെ പ്രകാരം സ്വീകരിക്കുകയും ചെയ്യണമേ. നിങ്ങൾ എല്ലാവരിലും കണിമകൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവ് പരിശുദ്ധ കണ്ണിക മരത്തോടും കണ്ണികളുടെ മരത്തായി ബാക്കിപ്പെട്ട അവസരത്തിനോടും അനുഗ്രഹ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ പ്രസാദിച്ച ലക്ഷ്യത്തോടും മൊത്ത് നിത്യജീവൻ പങ്കുചരണങ്ങൾ അർക്കറാക്കുകയും എങ്കിൽ പുത്രനായ യേശു ക്രിസ്തു ഞങ്ങളെ ശുദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുനോട് കൂടി ക്രിസ്തു തന്നെ സുരക്ഷ ദൈവം പിതാമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ എല്ലാ ബഹുമതി മകതവും എന്നും എന്നയിക്കും രക്ഷാകർമ്മയ കൽപ്പനകളാൽ ഉദ്ഭുതരായും ദിവ്യോപദേശത്താൽ ഉത്ഭവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ജനങ്ങളെ സമാധാനം കഴിയുവാൻ നൽകണമേ. അനുകർപ്പണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഹ്വാനവും പ്രതിഷ്ഠയുടെ സഹായത്താൽ ശക്തി പ്രാവശ്യങ്ങൾ എപ്പോഴും പാവത്തോളം മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എന്റെ സമാനം ഞാൻ തരുന്ന അപ്പോസ്തലന്മാരോട് വിളിച്ച കർത്താവ് യേശു ക്രിസ്തു ഞങ്ങളുടെ പാവങ്ങളെ പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തിരുക്കൻ പാതകത്തിലുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യമുള്ള കണക്കണിയണമേ. ജനനം ജീവിക്കുകയും ചെയ്യുന്ന അങ്ങ് പ്രാർത്ഥന കേട്ടണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. സമാധാനം 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 സമാധാനം. ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാവങ്ങൾ നിൽക്കുന്നവൻ ഈ കുഞ്ഞാട് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ അനുഗ്രഹീത. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ എത്തിച്ചെടുക്കാൻ നയിക്കുമാറാകട്ടെ. ആമേൻ.
അപ്പമായി മാറിയ ആനന്ദ സ്നേഹമേ ഈശോയേ. ഇന്നും നിറയുന്ന പുണ്യമല്ലേ ഇന്നി നയിക്കുന്ന കാരുണ്യമേ. ഈശോയേ എന്റെ ഈശോയേ, ഈശോയേ എന്റെ ഈശോയേ, എന്റെ ഉള്ളിൽ വാഴുന്നു. ഈശോയേ ദിവ്യകാരുണ്യമേ, ഈശോയേ ദിവ്യകാരുണ്യമേ. ഒരേ പാത്രത്തിൽ നിന്നും വാരി ഭക്ഷിക്കും പോലെ ഒരേ മാനസം നീയേ, ഓരോ നേരവും എൻ ചിന്തയിൽ ഈശോനാഥനെ നീ മാത്രമേ. ഈശോയേ എന്റെ ഈശോയേ, ഈശോയേ എന്റെ ഈശോയേ, എന്റെ ഉള്ളിൽ വാഴുന്നു. ഈശോയേ ദിവ്യകാരുണ്യമേ, ഈശോയേ ദിവ്യകാരുണ്യമേ. ജീവശ്വാസം മാതാവിന്റെ കൃപയല്ലോ. ഓരോ പുണ്യമയും ചിന്താടനം എന്നെ കാത്തിടും കാരുണ്യമേ. ഈശോനാഥനെ നീ മാത്രമേ. അത്താഴമീശയിൽ അപ്പമായി മാറിയ ആനന്ദ സ്നേഹമേ ഈശോയേ. എന്നും നിറയുന്ന പുണ്യമല്ലേ ഇന്നി നയിക്കുന്ന കാരുണ്യമേ.
ഒരേ പാത്രത്തിൽ നിന്നും വാങ്ങി ഭക്ഷിക്കും പോലെ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനിണമേ എന്നിലെ ഹരിയാഴ്ത്തണമേ. യേശുവിൻ ജലമേ എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ ദീപങ്ങളേ എന്നെ സുഖീരമാക്കണമേ. നിറകുണമേ എന്നെ പ്രാർത്ഥന കേൾക്കണമേ. നാഥാവിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. എന്നെ പരിരക്ഷിക്കണമേ. മരണം വന്നണയുമ്പോൾ എന്നെ അംഗീകരിക്കണമേ. നിൻ തിരുസന്നിധിയിൽ പോകാൻ എന്നെ കൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരുമൊന്നായി നിന്നെ സതതം വാഴ്ത്തിടുന്നു.
സ്നേഹമുള്ളവരെ, നല്ലവനായ ക്രിസ്തുരാജനങ്ങൾ എല്ലാവരും സമത്വം അനുഗ്രഹിക്കട്ടെ. ഇതേപോലെ ദൂതന മക്കളെയും ക്രിസ്തുടി കടന്നു പോകുന്ന മക്കളെയും ഈ കടകളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന നാനാജാതി മക്കളെയും മറ്റേ ഇടവകളിൽ നിൽക്കുന്ന മക്കളെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഈ ദിവസ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഓരോ പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെയും ആശ്രദനും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകം നല്ല സമയമാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും സമത്വം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം കുടുംബത്തിലെ ബന്ധനങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോ കരഞ്ഞ് പ്രാർത്ഥിച്ചു അതേപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ പീഡാനുഭവ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കിരുവടി ഒഴുകി വരും, അനുഭവിക്കാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. ഈ നമ്മുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഈ ദിവസങ്ങളാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരുക്കമുള്ള ദിവസങ്ങളാണ്, നല്ല നോൻപുള്ള ദിവസങ്ങളാണ്, ഉപവാസിക്കുന്ന ദിവസങ്ങളാണ്, ദാനധർമ്മം ചെയ്യുന്ന ദിവസങ്ങളാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസം നല്ല സൂപ്പർ ദിവസങ്ങളാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കണം. നല്ല പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലോണം ക്രിസ്തു എല്ലാം സമത്വം അനുകരിക്കും. അത് ഉറപ്പാണ്. അത് ഒരു സംശയമില്ല, ഡൗട്ടില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കാം. കൊച്ചി വീട്ടുകരുത്തി തന്നെ ദേവാലയം കട്ടാക്കട വിശുദ്ധവാര തിരുക്കർമ്മങ്ങളുടെ നോട്ടീസ് ഉണ്ട്. താഴെ നിങ്ങളെല്ലാം കൊണ്ടുപോകാം. അതനുസരിച്ചുള്ള ടൈം ടേബിൾ ഫോളോ ചെയ്ത് നിങ്ങൾ എല്ലാ തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കാം. 2026 മാർച്ച് 29 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ഹോളി വീക്ക് അതിനുള്ള വിശുദ്ധവാര തിരുക്കർമ്മങ്ങളുള്ള ഇത് നിങ്ങൾക്ക് അറിയാം. വായിക്കുന്ന ആവശ്യമില്ല. താഴെ നിങ്ങൾ കൊണ്ടുപോകാം. അതനുസരിച്ച് കൃത്യം ദിവസകാല പ്രത്യേകം ഈ ദിവസങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിലും ഈ ഹോളി വീക്ക് ഇതില് വിശുദ്ധ വാർത്തയിൽ പങ്കെടുക്കാം. അത് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യമാണ്, ചുമതലയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്, കടമയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിക്ക് പങ്കെടുക്കാം. ദൈവം എല്ലാവരെയും പ്രത്യേകം ഈ ദിവസങ്ങളാണ് ദൈവം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിവസം. ഈ ഹോലി വീക്ക് സമയത്തില് ദൈവം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ഈശോ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിവസം. ഈശോട് ചേർന്ന് നമ്മൾക്കറിയാം. അപ്പാ പിതാവ് നമുക്ക് കൂടെ നിൽക്കും. അപ്പാ പിതാവ് ഈശോയ്ക്ക് കൂടെ നിന്ന് നമുക്ക് കൂടെ നിൽക്കും. നമ്മൾ രക്ഷപ്പെടാം. നന്നായിട്ട് പ്രാർത്ഥിക്കണം. നല്ല ദിവസങ്ങളാണ് പ്രിയപ്പെട്ട മക്കളെ, നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കും. ദൈവങ്ങളെ സമത്വം നാളെ കാലത്ത് ആസ് യൂഷ്വൽ ഇവിടെ 6:45 പൂവച്ചൽ 6 മണിക്കായിരിക്കും കാലത്ത് കുർബാന. പൂവച്ചൽ എല്ലാം കുരിശുമല യാത്ര പോകുന്നത് കൊണ്ട് വൈകിട്ട് കുർബാന ഇല്ല. കാലത്താണ് 6 മണിക്ക് പൂവച്ചലിലും 6:45 കാട്ടാക്കടയിലും ദിവ്യബലി ഉണ്ടായിരിക്കും. ദൈവങ്ങളെ സമത്വം അനുഗ്രഹിക്കട്ടെ. ഈ കച്ച, തോർത്ത്, ബ്രെഡ് ഇതുപോലെ കാൻഡിൽ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങൾ എന്നെ കാണണം. ദൈവങ്ങളെ സമത്വം അനുഗ്രഹിക്കട്ടെ. God bless you, my people. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച കൂദാശകൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അങ്ങ് ദാസരെ എല്ലാ പാവങ്ങളിൽ നിന്ന് മോചിതരാക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുറ്റബോധ നിമിത്തം ഞെരുങ്ങുന്നവർ സ്വർഗീയ ഔഷധത്തിന്റെ സമ്പൂർണതയാൽ മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മ ഓരോരുത്തരും ലോകത്തുള്ള എല്ലാവരും സമത്വമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. പിതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ.
പരമാധിവികാരണത്തിന് പരിശുദ്ധ പരമാധിവികാരണത്തിന് പരിശുദ്ധ പരമാധിവികാരണത്തിന് വിസ്തരിച്ചിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കേണ്ടത് തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.